ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഒന്നിനായ റമ്പാച്ചൻ, ഒന്നിനായ വൈദികരെ, കർത്താവിലേറ്റം ബഹുമാന ആദരവുകളുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധ സഭ വലിയ നോമ്പിന് മുമ്പായിട്ടുള്ള 18 ദിനങ്ങൾ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുകയാണ്. ഈ 18 ദിനങ്ങളിൽ ബുധനും വെള്ളിയും നോമ്പില്ലാത്ത ദിനങ്ങളായി പിതാക്കന്മാർ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളുമായി അനേകര് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച നമ്മുടെ പൂർവ്വപിതാവായ പരിമള പുണ്യവാളൻ്റെ അടുത്തേക്ക് ചേർന്ന് വന്നിരിക്കുന്നു. മരുഭൂമിയിലെ പിതാവായ അബ്രഹാം തൻ്റെ ശിഷ്യന്മാരുമായി ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ഒരു യുവാവ് അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ഗുരു, എന്നെ കൂടി അവിടുന്ന് ശിഷ്യനാക്കി തീർക്കണം. ഗുരു, എന്നെ കൂടി അവിടുന്ന് ശിഷ്യനാക്കി തീർക്കണം. അവിടെയൊക്കെ വെള്ളത്തിന് പ്രയാസമുള്ള ഏരിയയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അപ്പോഴവിടെ ഉണ്ടായിരുന്ന ഉണക്ക മരത്തിൽ നിന്ന് ഒരു ഉണക്കച്ചില്ല എടുത്ത് ഈ അബ്രഹാം എന്ന് പറയുന്ന ഗുരു ഭൂമിയിൽ നാട്ടിയിട്ട് പറഞ്ഞു, നീ ഇതിന് എല്ലാ ദിനവും വെള്ളം ഒഴിക്കണം. നീ ഇതിന് എല്ലാ ദിനവും വെള്ളം ഒഴിക്കണം. ആ ചെറുപ്പക്കാരൻ തുറന്നുള്ള എല്ലാ ദിനങ്ങളിലും അതിന് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. രാവിലെ ശിഷ്യനായി തീർന്ന ചെറുപ്പക്കാരൻ വെള്ളം കോരുവാൻ പാത്രവുമായി പോരും. അനേക കാതങ്ങൾ താണ്ടി ഈ ചെറുപ്പക്കാരൻ ഈ ഉണക്കച്ചെല്ലിക്ക് എല്ലാ ദിവസവും വെള്ളം പകരും. കാലങ്ങൾ കഴിഞ്ഞു. ഈ ഉണക്കച്ചില്ല തളിർത്തു, പൂവിട്ടു, മുട്ടിട്ടു, ഫലദായകമായ അനുഭവത്തിലായി പറിച്ചു കഴിക്കത്തക്ക രീതിയിൽ ഫലങ്ങൾ ഇങ്ങനെ കുലയായി കിടക്കുമ്പോൾ വീണ്ടും അബ്രഹാം എന്ന് പറയുന്ന ഗുരു തൻ്റെ മറ്റു ശിഷ്യന്മാരുമായി അതുവഴി യാത്ര ചെയ്തു. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന മറ്റു ശിഷ്യന്മാരോട് പറയുകയാണ്, വരുവീൻ, അനുസരണത്തിൻ്റെ ഫലം പറിച്ച് ഭക്ഷിപ്പീൻ. വരുവീൻ, അനുസരണത്തിൻ്റെ ഫലം പറിച്ച് ഭക്ഷിപ്പീൻ. നാം ഇന്ന് പുണ്യമായ ഖബറിനോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വച്ചിരിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ഫലം പരിശുദ്ധ പരിമല പിതാവ് പറിച്ചു. അനുഗ്രഹത്തിൻ്റെ ഫലം നമുക്ക് പറിച്ച് ഭക്ഷിക്കത്തക്ക രീതിയിൽ അദ്ദേഹം തൻ്റെ ശവകുടീരത്തോട് ചേർത്ത്, തൻ്റെ ഖബറിനോട് ചേർത്ത് നമുക്ക് ഫലദായകമായ അനുഭവമാണ് നൽകുന്നത്. ക്രൈസ്തവ ജീവിതം അനുസരണത്തിൻ്റെ ഫലം പറിച്ച് ഭക്ഷിക്കാനുള്ളതാണ്. ഏദനിൽ സംഭവിച്ചു പോകുന്നത് അനുസരണമില്ലായ്മയാണ്. അവർ വലിയ കുറ്റമൊന്നും ചെയ്തില്ല, ചെറിയൊരു ഡിസൊബീഡിയൻസ്, അതുമാത്രമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരുന്നു. നാമൊക്കെ വളരെ നിസ്സാരമെന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ സമ്മാനിച്ചേക്കാം. എന്നാൽ പരിശുദ്ധ പരിമള പിതാവ് ഒരിക്കലും തൻ്റെ ആത്മീക ജീവിതത്തെ നിസ്സാരമായി കരുതിയില്ല. ഒരിക്കൽ ഗീവർഗീസ് തിതിയൻ ബാബ അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ദിദിമോസ് ബാബായും ബാബയല്ലാത്ത സമയത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നന്നേ ചെറുപ്പമാണ്. അപ്പോൾ ഗീവർഗീസ് തിതിയൻ ബാബ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ സുഹൃത്ത് പരിശുദ്ധ പിതാവിനോട് പറയുകയാണ്, പിതാവേ, നമ്മുടെ സഭ എത്ര നല്ല സഭയാണ്. 2-3 പ്രാവശ്യം ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെൻ്റ് സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗീവർഗീസ് തിതിയൻ ബാബ അദ്ദേഹത്തോട് ചോദിച്ചു, കാര്യം എന്താടോ? അപ്പോൾ സുഹൃത്ത് പരിശുദ്ധ പിതാവിനോട് പറഞ്ഞു, തിരുമേനി, നമ്മുടെ സഭ എത്ര നല്ല സഭയാണ്. പള്ളിയിൽ പോണോ? വേണമെങ്കിൽ പോകണം, വേണ്ടെങ്കിൽ പോകണ്ട. നോമ്പ് അനുഷ്ഠിക്കണോ? വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. ഇങ്ങനെയൊരു സഭയാണെന്ന് സുഹൃത്ത് പരിശുദ്ധ പിതാവിനോട് കൽപ്പിക്കുന്നത് ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ ദിദിമോസ് ബാബ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ജീവിതത്തിൽ നമുക്ക് വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള ചിന്തയല്ല. അത്യാവശ്യങ്ങൾ, ആവശ്യങ്ങൾ, അനാവശ്യങ്ങൾ എന്നുള്ള ആത്മീക പട്ടികയില്ലാതെ ദൈവാനുഭവത്തിൽ നമ്മളെ ചേർത്ത് വെക്കുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മിൽ നിന്നും നമ്മുടെ തുറന്നുള്ള തലമുറ
അനുസരണത്തിൻ്റെ ഫലം പറിപ്പാൻ തക്കവണ്ണം ഇവിടെയാകണം. വളരെ അരനൂറ്റാണ്ട് കാലം മാത്രം ജീവിച്ച് ഈ ലോകത്ത് അനുസരണത്തിൻ്റെ ഫലം, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൻ്റെ ഫലം, രക്ഷയുടെ ഫലം, ആരാധനയുടെ ഫലം അതെപ്രകാരം പ്രദാനം ചെയ്യാമെന്ന് ഈ പരിശുദ്ധ പിതാവിൻ്റെ ബലികുടീരം, ശവകുടീരം നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കും അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ അദ്ദേഹത്തോട് ചേർന്ന് അദ്ദേഹം ആരാധിച്ച ആരാധനാനുഭവം കൊണ്ട് ചേർന്ന് ജീവിപ്പാൻ തക്കോണം ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യത്തെ ഒരിക്കലും ഉപേക്ഷിപ്പാൻ പാടില്ലാതെ നിലനിൽപ്പാൻ തക്കോണം ഇവിടെയാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ചിന്തിപ്പാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ക്രിസ്തു പിന്നെയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെയും എന്ന് പറയുമ്പോൾ അവൻ തൻ്റെ അടുക്കൽ വന്നവരോട് വാദവരോധാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒന്നും സംസാരിക്കാൻ കാണുകയില്ല. എന്നാൽ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ വാതോരാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ക്രിസ്തു അങ്ങനെയായിരുന്നു. അവൻ സംസാരം തൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരിക്കലും ലിമിറ്റ് ചെയ്തില്ല. ചിലപ്പോൾ അവൻ മൗനമായി നിന്നുവെങ്കിലും അവൻ അത്യാവശ്യ സന്ദർഭങ്ങളിൽ അവൻ തൻ്റെ പ്രേക്ഷകരോടും ശ്രോതാക്കളോടും എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരുന്നു. ക്രിസ്തു വീണ്ടും സംസാരിക്കുകയായിരുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ എന്ത് ചെയ്യണം? ഒരിക്കലും ഇരുളിൽ നടക്കരുത്. ജീവന്റെ വെളിച്ചം ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. അരനൂറ്റാണ്ട് കാലം ഈ ഭൂമുഖത്ത് ജീവിച്ച പരിമള പിതാവ് ജീവന്റെ വെളിച്ചം തെളിച്ച് പരിശുദ്ധ മലങ്കര സഭയ്ക്കെന്നല്ല ലോകത്തിനാകമാനം നൽകിയിരിക്കുകയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പഠിച്ചത് എവിടെ നിന്നാണ്? മെത്രാച്ചന്മാരോ അച്ഛന്മാരോ പള്ളിയൊന്നും നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് വല്യപ്പച്ചനും വല്യമ്മച്ചിയും അപ്പനും അമ്മയൊക്കെയാണ്. നമുക്ക് പ്രാർത്ഥന പകർന്നു തന്നത് നമ്മുടെ ഭവനത്തിൽ നിന്നാണ്. നമുക്ക് വിശ്വാസം കോറിയിട്ട് തന്നത് നമ്മുടെ ഭവനമാണ്. എന്നാൽ അനേകരും വിശ്വാസത്തിൽ ത്യജിച്ചു പോകുവാൻ തക്കോണം കാരണം അവർക്ക് അത് ഉപദേശം പകർന്നു കൊടുപ്പാൻ തക്കോണം ആളില്ലാതെ പോകുന്നു എന്നുള്ള അനുഭവമാണ്. എൻ്റെ ഇടവക ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, അനേക നാളുകൾ പള്ളിയിൽ വരാതിരുന്ന ഒരു മനുഷ്യനെ ഞാൻ പല പ്രാവശ്യം നടന്ന് പള്ളിയിൽ വരുത്തി. അദ്ദേഹം ശനിയാഴ്ച വൈകിട്ട് വരണമെന്ന് പറഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് വന്നു. അച്ഛാ നാളെ കുർബാന അനുഭവിക്കണം, ഹുസയൊക്കെ പ്രാപിച്ച് അദ്ദേഹത്തെ തിരിച്ചയച്ചു. ധാരാളം നേരം സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു നാളെ പള്ളിയിൽ വരണം, ശനിയാഴ്ച വൈകിട്ട് പള്ളിയിൽ വന്ന് നാളെ പള്ളിയിൽ വരണമെന്ന് പറഞ്ഞു. വിശുദ്ധ കുർബാന കൊടുക്കേണ്ടതും അനുഭവിക്കേണ്ടതുമായൊക്കെ സമയമൊക്കെ കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചു, എന്നാൽ അദ്ദേഹത്തെ കണ്ടില്ല. എന്നാൽ ഏകദേശം ഒരു 11:30 ആയപ്പോൾ ഈ മനുഷ്യൻ പതുക്കെ പള്ളിയിലോട്ട് വരുന്നു. ഞാൻ ചോദിച്ചു, അച്ഛനെന്താ ഇപ്പോൾ വരുന്നത്? എന്താണ് ഇപ്പോൾ വന്നത്? കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, അച്ഛനല്ലയോ പറഞ്ഞത് നാളെ വരണമെന്ന്. ഈ മനുഷ്യൻ കുർബാന അനുഭവിക്കത്തക്ക രീതിയിൽ പാകത്തിൽ വന്നിരിക്കുകയാണ്. 11:30 ആയപ്പോൾ ജീവിതത്തിൽ പള്ളിയിൽ എപ്പോഴാണ് ആരാധന നടക്കുന്നതെന്നും എന്താണ് താൻ പൂർത്തീകരിക്കേണ്ട കർമ്മങ്ങളെന്നും എന്തിനാണ് താൻ ആയിത്തീരേണ്ടതെന്നും ഈ മനുഷ്യന് ഈ അനുഭവത്തിൽ വിസ്മരിച്ചു പോയി. നമുക്കും പലപ്പോഴും ഇങ്ങനെ പ്രതിസന്ധികൾ സംഭവിച്ചേക്കാം. നമ്മൾ ആരാണെന്നൊരിക്കലും വിസ്മരിച്ചു പോകുവാൻ തക്കോണം ഇവിടെ ആയിത്തീരരുത്. ഓർമ്മപ്പെടുത്തുകയായിരുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിത്തീരും. ജീവന്റെ വെളിച്ചമുള്ള അനേകര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്നത്തെ സമൂഹം ഇത്ര വളരുവാൻ തക്കോണം ഇവിടെ ആയിത്തീർന്നത് ജീവന്റെ വെളിച്ചമുള്ള അനേകര് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അടൂരുള്ള ഒരു ഡോക്ടറെ പറ്റി ഇപ്രകാരം ഒരു മനുഷ്യൻ പറയുകയായിരുന്നു, രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ഈ മനുഷ്യൻ ഓപ്പറേഷൻ ചെയ്യുകയാണ്. വളരെ പ്രശസ്തനായൊരു മനുഷ്യനാണ്. 2 മണിക്കും 3 മണിക്കും. എന്നാൽ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, എനിക്ക് ഇതുകൊണ്ട് ലഭിക്കുന്ന വരുമാനം വേണ്ട, കുറച്ചുനാൾ ഞാൻ എങ്ങോട്ടെങ്കിലുമൊക്കെ ടൂറിന് പോയേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ
എത്രയെത്ര രോഗികൾ അകാലത്തിൽ കൊല്ലപ്പെടുവാൻ തക്കോണമിടയായി തീരും. എന്നാൽ ഈ മനുഷ്യൻ തനിക്ക് ലഭിച്ച ഈ അനുഗ്രഹീതമായ സ്ഥിതി രാപകലെന്നെ വിനിയോഗിക്കുമ്പോൾ സമൂഹം അനുഗ്രഹപൂർണമായി ആരോഗ്യപൂർണമായി വളരുവാൻ തക്കോണമിടയായിത്തീരുന്നു. നമുക്ക് ലഭിച്ച പ്രകാശത്തെ നമുക്ക് പ്രോജ്വലിപ്പിക്കുവാൻ തക്കോണമിടയാകണം. നമുക്ക് അനേകം വെളിച്ചങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ വിളികൾ ലഭിച്ചിട്ടുണ്ട്. അമ്മയെന്നും അപ്പനെന്നും വല്യപ്പനെന്നും വല്യമ്മച്ചിയെന്നും ഒക്കെയുള്ള വിളി അത് അനുഗ്രഹത്തിന്റെ വിളിയാണ്. ആ വിളിയെ നമുക്ക് പ്രോജ്വലിപ്പിക്കുവാൻ തക്കോണമിടയാകണം. ഓരോ കാലത്തും നമുക്ക് ഓരോ ദൗത്യങ്ങളാണുള്ളത്. ദൗത്യങ്ങളിൽ പിന്നോക്കം പോകുവാൻ തക്കോണം സാധിക്കരുത്. ക്രിസ്തുവിന് പോലും തൻ്റെ ജീവിതം കൊണ്ടും ജീവിതാന്ത്യം കൊണ്ടും പല ദൗത്യങ്ങളുണ്ടായിരുന്നു. പരിശുദ്ധ പരിമല പിതാവ് പോലും തൻ്റെ മരണത്തിൻ്റെ നാഴികകളെ എണ്ണി വേദനയോടെ കഴിയുമ്പോൾ അദ്ദേഹം ശിഷ്യന്മാരോട് ദിവസം ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പിതാവേ, 2 ദിനം കൂടി ഞാൻ ഈ വേദന സഹിക്കണമല്ലോ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ശീലിപ്പിക്കണമേ എന്നുള്ള തിരുവചനം ജീവിതത്തിൽ എണ്ണുവാനും ജീവിപ്പാനും പരിശുദ്ധ പിതാവിനിടയായി തീർന്നു. ജീവിതത്തിൽ നാളുകളെ എണ്ണിയത് മശീഹാതമ്പുരാനാണ്. തൻ്റെ ജീവിതത്തിൻ്റെ നാളുകളെ എണ്ണി തൻ്റെ ജീവിതങ്ങളുടെ നാളുകളും വിനാഴികളും കുറിച്ച് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കാൽകഴികളും സ്വയം നുറുക്കിക്കൊടുക്കലും ജീവിതത്തിൻ്റെ പുതിയ പന്ഥാവുകളൊക്കെ അവൻ ലോകത്തിന് വരച്ചു കാട്ടി. എന്നാൽ അവനെ അനുകരിച്ച മശിഹായുടെ ഭൃത്യന്മാർ അവരുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി എണ്ണുവാനും അവരുടെ ജീവിതത്തിൻ്റെ നാഴികളെ എണ്ണി ജീവിപ്പാനും തക്കൊണ്ടമിടയായി തീർന്നു. നമുക്കും സാധിക്കേണ്ട ഒരു കൃപയാണിത്. നമുക്കും പ്രകാശമുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ നാളുകളെ എണ്ണുവാൻ തക്കൊണ്ടമിടയാകും. പരിശുദ്ധ പരിമല പാമ്പാടി തിരുമേനി അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാച്ച് നിന്നു പോകാൻ തക്കോണമിടയായി. വാച്ച് അവിടെ സ്റ്റോപ്പായി. ജീവിതത്തിൽ നാളുകളെ എണ്ണി ജീവിച്ച പുണ്യപിതാക്കന്മാരുടെ പരിശുദ്ധ സഭയാണിത്. നമ്മുടെ വിശ്വാസത്തിന്റെ ത്യാഗങ്ങൾ അനേകയിടങ്ങൾ നടക്കുമ്പോൾ, വിശ്വാസം വിട്ട് അനേകർ വീഴ്ന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസം, കറതീർന്ന വിശ്വാസം ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കുവാൻ തക്കോണമിടയാകണം. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിത്തീരും. ഈ ലോകം ഒന്ന് പരിശോധിച്ചാൽ എത്രമാത്രം ഇരുട്ടാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് ഏതോ ഒരു ഭവനത്തിൽ, നമ്മുടെ ഒരു ഭവനത്തിൽ സംഭവിച്ചതാണ്. അമ്മ മരിക്കുവാൻ തക്കവണ്ണം പാലിയേറ്റീവ് കെയറിൽ കിടക്കുകയാണ്. രോഗം ആസന്നമാണ്. അമ്മയ്ക്ക് 4-5 മക്കളുണ്ട്, ആണും പെണ്ണും എല്ലാം ഉണ്ട്. പാലിയേറ്റീവ് കെയറിൽ ജീവിതത്തിൻ്റെ നാഴികൾ എണ്ണി കഴിയുകയാണ്. അവിടെ കൊണ്ട് നേൽപ്പിച്ചതിന് ശേഷം മക്കളും മരുമകളൊക്കെ സ്വന്തം വീട്ടിൽ തിരിച്ചു വന്നു. എന്നിട്ട് അവർ തമ്മിൽ അടിയായി. കാരണം കബറടക്കത്തിൻ്റെ ശുശ്രൂഷ അതിൻ്റെ ചെലവ് ആര് വഹിക്കുമെന്നുള്ളതാണ് അവർ തമ്മിലുള്ള പ്രശ്നം. കബറടക്കത്തിൻ്റെ ചെലവ് ആര് നടത്തും അതാണ് അവർ തമ്മിലുള്ള വിഷയം. അനേകം അമ്മമാരും മക്കൾക്ക് വേണ്ടി സ്വയമായി കരഞ്ഞ് അവർക്ക് വേണ്ടി കണ്ണീരൊലിപ്പിച്ച് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും അവർക്കായി ഹോമിച്ച് ജീവിതത്തിൻ്റെ അവസാന നിമിഷം അടുക്കുമ്പോൾ ആര് നടത്തും ഇതിനെ പറഞ്ഞയക്കുന്ന ചെലവെന്ന് വിചാരിക്കുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥതയില്ലാത്ത മൃഗീയ അനുഭവമാണ് തലമുറകൾ പിന്തുടരുവാൻ തക്കോണമിടയായിത്തീരുന്നതെന്ന് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. നാം നമുക്ക് വേണ്ടിയും സ്വന്തക്കാർക്ക് വേണ്ടിയും മാത്രം കരുതുന്ന അനുഭവത്തിൽ നിന്ന് മാറി പ്രകാശത്തിൻ്റെ അനുഭവത്തിൽ സമൂഹത്തെ മുഴുവൻ പങ്കാളികളാക്കി തീർക്കുന്ന ജീവിതാനുഭവം നമുക്ക് കൈവരണം. ഇന്നത്തെ മനുഷ്യൻ ധാരാളം അനുഭവങ്ങളിലൂടെ, നന്മയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ സെക്കൻഡിൽ നമ്മുടെ മൊബൈലിൽ നമുക്കറിയാം. എങ്കിലും ജീവിതത്തിൽ സഹോദരന്മാരുടെ സങ്കടം, സഭയുടെ സങ്കടം, സമൂഹത്തിൻ്റെ സങ്കടം, പ്രാർത്ഥനായോഗങ്ങളുടെ സങ്കടം അത് മനസ്സിലാക്കാൻ തക്കവണ്ണം നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ഇന്ത്യൻ പ്രസിഡന്റിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ലോകത്തിൻ്റെ പ്രസിഡന്റ്മാരെയൊക്കെ നമുക്കറിയാം. എന്നാൽ സ്വന്തം രക്തബന്ധങ്ങളുടെ സങ്കടം അറിയുവാൻ തക്കോണം സാധിക്കാതെ പോകുന്നതാണ് ഇന്ന് നമ്മുടെയൊക്കെ അപജയം. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിത്തീരും. ലൈറ്റ് എന്നുള്ള വേർഡിനെ അല്പസമയം പഠിക്കുവാൻ തക്കോണമാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. ക്രിസ്തു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിത്തീരും. ലൈറ്റ് എന്ന വേർഡിന്റെ ആദ്യത്തെ ആൽഫബറ്റ് എൽ മീൻസ് ലീഡ്സ്. ക്രിസ്തുവാകുന്ന പ്രകാശം എപ്പോഴും നയിച്ചുകൊണ്ടേയിരിക്കും.
ക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ പുതിയൊരു തീ ആകാശത്ത് കാണുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനി യെരൂശലേം യാത്രയുടെ വിവരണത്തിൽ പ്രകാരം പുത്തൻ തീയെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഉത്ഥാന പെരുന്നാളിൽ അവിടെ നടക്കുന്ന പരിശുദ്ധ കുർബാനയിൽ പുതിയ തീ, അവിടുത്തെ ത്രോണോസിൽ കത്തിക്കുന്ന തീ, അത് ദൈവം തെളിയിച്ച് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ലഭ്യമാക്കും. ജീവിതത്തിൽ പുത്തൻ തീയെ നമുക്ക് വരവേൽക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പുതുവർഷത്തേക്ക് നമ്മൾ വരവേറ്റ് ആദ്യത്തെ മാസം പറഞ്ഞുവിടാൻ തക്കവണ്ണം പോവുകയാണ്. പുതിയ തീ ജീവിതത്തിൽ ഉണ്ടാകണം. ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളിലും പ്രയാസങ്ങളിലും സ്വർഗീയ അഗ്നി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശോഭിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പ്രവാചകന്മാർ പറഞ്ഞു, ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നമുക്ക് സാധിക്കേണ്ടതാണ് വചനം വായിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഇരുളിലിരുന്ന ജനം വലിയ വെളിച്ചം കാണുവാൻ തക്കവണ്ണം ഇടയാകണം. നമുക്ക് വലിയ വെളിച്ചമായി ക്രിസ്തു പരിലസിപ്പാൻ തക്കവണ്ണം ഇടയാകണം. അതാ വലിയ വെളിച്ചത്തെ കണ്ടുകൊണ്ട് ആകാശത്തിൽ അതിന്റെ വലിയ വെളിച്ചം ശോഭിച്ചു. അട്ടിടയന്മാരും വിദ്വാൻമാരും അത് ദർശിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ വലിയ വെളിച്ചത്തെ എതിരേറ്റുകൊണ്ട് മാലാഖമാർ ആ കർത്താവിന്റെ അപ്പത്തിന്റെ പട്ടണത്തിൽ അനേകം അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മാലാഖമാർ പാറിയിറങ്ങി. അവരൊക്കെ പ്രകാശത്തിന്റെ സന്താനങ്ങളാണ്, പ്രകാശത്തിന്റെ പുരുഷന്മാരാണ്. അങ്ങനെ സൃഷ്ടിപ്രപഞ്ചമാകമാനം പ്രകാശം പരിലസിക്കുന്ന അനുഭവം ഉണ്ടായി. ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ക്രിസ്തു വെളിച്ചമാണ്. അവൻ നമ്മളെ എപ്പോഴും നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളിൽ, രോഗങ്ങളിൽ, നൊമ്പരങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ക്രിസ്തു നയിച്ചില്ലെങ്കിൽ നമുക്ക് ആര് തുണയുണ്ട്? സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവേ നീ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ ജീവിതത്തിൽ വൈരികളാകുന്ന രോഗങ്ങളുണ്ട്, ദുഷ്കർമ്മങ്ങളാകുന്ന ജീവിതത്തിന്റെ ചെയ്തികളുണ്ട്. അവരെൻ്റെ നേരെ അടുക്കുമ്പോൾ അവരിടറി വീഴുവാൻ തക്കവണ്ണം ഇടയാകും. ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളാകുന്ന സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ നിർഭയമായിരിക്കും. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെടുകയില്ല. പരിശുദ്ധ പരിമല പിതാവിന് ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പേറേണ്ടി വന്നു. എന്നാൽ ദുഃഖം നേരിട്ടിട്ടും അദ്ദേഹം ഒരിക്കലും പതറിപ്പോയില്ല. ജീവിതത്തിൽ നൊമ്പരങ്ങൾ നേരിടുമ്പോൾ രോഗം ദൈവം വരുത്തിയതാണെങ്കിൽ, ദൈവം അറിഞ്ഞാണ് വന്നെങ്കിൽ അത് ദൈവത്താൽ മാറിക്കൊള്ളുമെന്ന് വിചാരിപ്പാൻ ചങ്കുറ്റമുണ്ടായിരുന്നു. അതാണ് യഥാർത്ഥ നേതൃത്വം. നമുക്കും നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകരേണ്ട നേതൃത്വം ഇതാണ്. പ്രാർത്ഥനയാകുന്ന നേതൃത്വം, പ്രാർത്ഥനയാകുന്ന അനുഭവങ്ങൾ, ആരാധനയാകുന്ന അനുഭവങ്ങൾ നമുക്ക് കുടുംബത്തിന് കൈമാറുവാൻ തക്കവണ്ണം ഇടയാകണം. സങ്കീർത്തനത്തിൽ ഓർമ്മിപ്പിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ക്രിസ്തു നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇന്ന് നമ്മുടെ ഭവനത്തിൽ മുട്ടുണ്ടോ? ഒരു മുട്ടുമില്ല, ഒരു പ്രശ്നവുമില്ല. എന്നാൽ ആത്യന്തികമായി പരിശോധിച്ചു കഴിഞ്ഞാലോ എത്രമാത്രം കുറവുകളാണ് നമുക്കുള്ളത്. ഇന്ന് ഭവനങ്ങൾ, മുറികൾ പലതും തുറന്നിട്ട് ഒറ്റയ്ക്കായി അനേക നാളുകളായി. മുറികളെല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ട് അനേക നാളുകളായി. കാരണം അത്രമാത്രം വിശാലമാണ് പല വീടുകളും. വീടിന് വീട്, ബാങ്ക് ബാലൻസിന് ബാങ്ക് ബാലൻസ്, മക്കൾക്ക് മക്കൾ, മരുമക്കൾക്ക് മരുമക്കൾ, വേലക്കാർക്ക് വേലക്കാര് എല്ലാം ഉണ്ട്. എന്നാൽ പലയിടത്തും മുട്ടുണ്ട്. ആരാധനയ്ക്ക് മുട്ട് സംഭവിച്ചു, ദാനധർമ്മത്തിൽ കുറവ് വന്നു, സ്നേഹത്തിൽ കുറവ് വന്നു, സാഹോദര്യത്തിൽ കുറവ് വന്നു, ജീവിതത്തിൽ കാരുണ്യത്തിൽ കുറവ് വന്നു. എനിക്ക് മുട്ടുണ്ടാകുകയില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. നമ്മുടെ നേതൃത്വം അവിടെ പോയി കിടക്കുന്നു. ദൈവത്തിന്റെ നേതൃത്വം നിന്ന് ശീലിക്കുകയും ദൈവത്തിന്റെ നേതൃത്വത്തെ അനുവർത്തിപ്പാൻ തക്കവണ്ണം നമുക്കിടയായി തിരിയുകയും ചെയ്യണം. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെന്നെ കിടത്തുന്നു. എന്താണ് ഈ പച്ചയായ പുൽപ്പുറം? ആഹരിക്കുന്ന കാര്യം മാത്രമാണോ? ആരാധന കൂടിയാണ് ഈ പച്ചയായ പുൽപ്പുറം. ഈ വെള്ളിയാഴ്ച കേരളത്തിന്റെ അനേക ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നത് ആരാധനയുടെ ഈ മരുപ്പച്ച തേടിയാണ്. പച്ചയായ പുൽപ്പുറമാണ് പരുമല. സങ്കടങ്ങളോടെ കടന്നു വരും, സന്തോഷത്തോടെ മടങ്ങിപ്പോകും. ഇത്രയധികം മാമോദീസാകൾ ഈ ആലയത്തിൽ വെച്ച് നടത്തപ്പെടാൻ കാരണം എന്താണ്? കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ, ആർപ്പോടെ മക്കളെ കൊയ്യുന്നവർക്ക് ജീവിതത്തിലുണ്ടായി. സങ്കടങ്ങളോടെ കടന്നു വന്നവർ സന്തോഷത്തോടെ കടന്നുപോയ അനുഭവം ഉണ്ടായി. എനിക്ക് മുട്ടുണ്ടാകുകയില്ല.
പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. എന്താണ് ഈ സ്വസ്ഥതയുള്ള വെള്ളം? പരിശുദ്ധ പരിമളത്തിനുമേനി സ്വസ്ഥതയുള്ള വെള്ളമാണ്. മാന്നീർത്തോടിലേക്ക് പോകുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. സ്വസ്ഥതയുള്ള വെള്ളമാണിത്. തിരുവചനം ഓർമ്മപ്പെടുത്തി, ദുഷ്ടൻ അവൻ ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. പരിശുദ്ധ പരിമളത്തിനുമേനി ആരാധനയുടെ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സ്വസ്ഥതയുള്ള വെള്ളം ലോകത്തിന് സമ്മാനിക്കുന്നു. നമ്മളൊക്കെ സ്വസ്ഥതയുള്ള വെള്ളമാണോ? ജീവിതത്തിൽ നമ്മൾ കൊടുത്തിട്ട് പലപ്പോഴും വിളിച്ചു പറയുന്നവരാണ്. നമ്മളൊരു നന്മ ചെയ്തിട്ട് പല പ്രാവശ്യം അവരെ ഉപദ്രവിക്കത്തക്ക രീതിയിൽ അവർക്ക് മാനസികമായി മുറിവുണ്ടാക്കിയതാണ്. സ്വസ്ഥതയുള്ള വെള്ളങ്ങളായി ഭവിപ്പാൻ തക്കവണ്ണം ഇടയാകണം. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവനെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. നല്ല നേതൃത്വം പ്രാണനെ തണുപ്പിച്ചുകൊണ്ടേയിരിക്കും. വീട്ടിലെന്താ ഭർത്താവ് നേരത്തെ വരാത്ത? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കടലിൽ കയറുന്നതിനെ കൊണ്ടാണ്. മാറിക്കൊണ്ടേയിരിക്കും. കടലിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, കടലിൽ തിരമാല അകത്തോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അകത്തോട്ട് ഇറങ്ങും, കടലിനകത്തോട്ട് ചെല്ലും. തിരമാല പുറത്തേക്ക് വരുമ്പോൾ, കരയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളും കരയിലേക്ക് ഓടിക്കയറും. ഇതുപോലെയാണ് പല കുടുംബങ്ങളും. സന്തോഷമാണ്, തിരമാല ഇറങ്ങിപ്പോയി എന്ന് വിചാരിച്ച് വീട്ടിലുള്ളവർ വീട്ടിലോട്ട് വരും. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ തിരമാല കൊടിയ തിരമാലയായി തിരിച്ചു വരികയാണ്. പ്രാണനെ തണുപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. കുടുംബങ്ങളിൽ പ്രാണനെ തണുപ്പിക്കുന്ന അനുഭവം ഉണ്ടാകണം. ആരാധന പ്രാണനെ തണുപ്പിക്കുന്ന അനുഭവമാണ്. വിശുദ്ധ കുർബാന പ്രാണനെ തണുപ്പിക്കുന്ന അനുഭവമാണ്. ജീവിതത്തിന്റെ ആവശ്യങ്ങൾ സാധിക്കലല്ല പ്രാർത്ഥന, ആവശ്യങ്ങൾ നേടിയെടുക്കലല്ല പ്രാർത്ഥന. പ്രാണനെ തണുപ്പിക്കുന്ന അനുഭവമാണ്. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമത നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. അനുഗ്രഹീതമായ നേതൃത്വം അതാണ്. നീതിപാതകളിൽ സമൂഹത്തെ നടത്തുന്ന അനുഭവമാണ്. അമ്മയും അപ്പനും ഒക്കെ ചെയ്യേണ്ടത് മക്കളെ നീതിപാതകളിൽ നടത്തുവാനും പരിശീലിപ്പിക്കുവാനും തക്കവണ്ണം സാധിക്കണം. ക്രിസ്തുവിനത് സാധിച്ചു. ക്രിസ്തുവാകുന്ന വെളിച്ചം പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ എരിഞ്ഞടങ്ങേണ്ടവനാണ്. എന്നെ അടിച്ചാലും ഞാൻ വായു തുറക്കാതെ ഊമനെ പോലെ മൗനമായിരിക്കും. രോമം കത്തിരിക്കുന്നവന്റെ മുമ്പിൽ ചെമ്മരിയാട് പോലെ ഞാൻ മൗനമായി നിൽക്കും. അതാണ് നേതൃത്വം. ജീവിതത്തിൽ ആക്രോശങ്ങളും അലസണ്ടകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നതല്ല. ഞാനാണ് സമ്പാദിക്കുന്നത്, നീയാണ് കഴിക്കുന്നത്, ഞാനാണ് നേതാവാകേണ്ടതെന്ന് ചിന്തിക്കുന്ന അനുഭവമല്ല. എന്നെ അന്വേഷിച്ച് എൻ്റെ കാലിൽ കുമ്പിട്ട് എല്ലാവരും ജീവിക്കണമെന്ന അനുഭവമല്ല. പിന്നെയോ കൊടുക്കുന്ന ജീവിതാനുഭവമാണ് യഥാർത്ഥത്തിൽ നേതൃത്വം. നേതൃത്വത്തെ നമ്മൾ നോഹയിൽ കണ്ടെത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം നോഹയെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. യഥാർത്ഥ നേതൃത്വം ദൈവശബ്ദം കേൾക്കുകയും ലോകത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം പണിയുകയും ചെയ്യുന്ന അനുഭവമാണ്. യഥാർത്ഥ നേതൃത്വം അതാണ്. യഥാർത്ഥ നേതൃത്വം നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെന്ന് ശണ്ട കൂടാതെ പറയുന്ന അനുഭവമാണ്. അതാണ് യഥാർത്ഥ നേതൃത്വം. നമുക്കത് സാധിക്കുന്നുണ്ടോ? നമ്മളെ വിളിച്ചിരിക്കുന്നത് യഥാർത്ഥ നേതൃത്വമാണ്. വേർപാടിന്റെ നടിച്ചവർ ക്രിസ്തുവാകുന്ന നേതൃത്വം ഇടിച്ചു കളഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യം സൂചിപ്പിക്കുന്നു, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. ഇനി അവിടെ രാത്രിയില്ല. നിത്യപ്രകാശമായി കുഞ്ഞാടാകുന്ന ക്രിസ്തു ശോഭിപ്പാൻ തക്കവണ്ണം അവിടെയാകും. എൽമിൻസ് ലീഡ്സ്, നയിക്കുന്നൊരു തമ്പുരാൻ. നമുക്കിന്ന് ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എത്രയിടങ്ങളിൽ നമ്മളെ നയിച്ചു. ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചപ്പോഴും എന്തിനാണ് ഈ പരിഹാസം അവസാനിപ്പിച്ചുകൂടെ എന്ന് വിചാരിച്ച് ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്യമിച്ചപ്പോഴും ക്രിസ്തുവാകുന്ന പ്രകാശമാണ് നമ്മളെ ഇന്നും നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യാൻ തക്കവണ്ണം ആഗ്രഹിക്കാത്ത ആൾക്കാർ ചുരുക്കമാണ്.
കാരണം ചില അനുഭവങ്ങളിലൊക്കെ നമ്മൾ പതറിപ്പോകും, ചില വേദനകളിൽ നമ്മൾ വീഴ്ചക്കാരായി ഭവിക്കും, ചില കടഭാരങ്ങളൊക്കെ വരുമ്പോൾ ഈ ഞാൻ മാത്രം താണുപോയല്ലോ ചിന്തിക്കും. എന്നാൽ ആ നിമിഷങ്ങൾ കഴിയുമ്പോൾ, ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ, ക്രിസ്തു നേതൃത്വമായി ഭവിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ പ്രകാശം ഹൃദയത്തിലേക്ക് വാങ്ങുമ്പോൾ നമുക്ക് തീർച്ചയായും നാം ചിന്തിച്ചത് തെറ്റായിരുന്നുവെന്നും അതല്ല ശരിയെന്നും ക്രിസ്തുവിൻ്റെ വഴിയാണ്, കുരിശെടുത്ത് പിന്നാലെ വരുന്ന അനുഗ്രഹത്തിൻ്റെ വഴിയാണ് ശ്രേഷ്ഠമായ വഴിയെന്നും നമുക്ക് ആശ്വസിക്കാൻ തക്കവണ്ണം ഇടയാകും. എൽ മീൻസ് ലീഡ്സ്. മരിക്കാൻ ഒരുത്തൻ കുരിശിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവൻ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കർത്താവേ, നീ എഴുന്നള്ളി വരുമ്പോൾ എന്നെയും ഓർക്കണം. അവനോട് കൊടിയ വേദനയിരിക്കുന്ന കർത്താവ് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ജീവിതത്തിൽ നേതൃത്വങ്ങൾ അണികളെ പറുദീസയിൽ ചേർക്കുന്ന അനുഭവമാണ്. യഥാർത്ഥ നേതൃത്വം നരകത്തിൽ പോകേണ്ടവനെ സ്വർഗത്തിൽ കയറ്റുന്ന അനുഭവമാണ്, പറുദീസയുടെ അനുഭവത്തിലേക്ക് കയറ്റുന്ന അനുഭവമാണ്. ഇന്ന് നാം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഇടവകയെ, നമ്മുടെ കൂട്ടായ്മകളെ സ്വർഗമോ നരകമോ ആക്കുന്നത്. യഥാർത്ഥ നേതൃത്വത്തിൽ നാം വ്യതിചലിക്കുന്നുവെങ്കിൽ നാം യഥാർത്ഥ നേതൃത്വത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം സമയം അതിക്രമിച്ചിരിക്കുന്നു. കർത്താവ് കൽപ്പിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ലൈറ്റ് നാം പഠിച്ചു കഴിഞ്ഞു. ലീഡ്സ്, ഐ മീൻസ് ഇല്യൂമിനേറ്റ്സ്. പ്രകാശിപ്പിക്കുന്ന അനുഭവം, പുതിയ ജ്യോതിർഗോളങ്ങളായി തീരുന്ന അനുഭവം, പുതിയ പ്രകാശമായി തീരുന്ന അനുഭവം. തിരുവചനം പരിശോധിക്കുമ്പോൾ എത്ര പ്രകാശിതരായ വ്യക്തികളെ കണ്ടെത്തുന്നുണ്ടെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവയാം ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഈ മനുഷ്യൻ പ്രകാശിതനാണ്. ദൈവ വിളിയാലും ദൈവ കേൾവിയാലും ഈ മനുഷ്യൻ പ്രകാശിതനാണ്. ആയതുകൊണ്ട് അവൻ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഇന്നിവിടെ കൂടിയിരിക്കുന്നവർക്ക് പലരും എങ്ങോട്ടാണ് ഈ യാത്ര? മക്കളില്ലാതെ എത്ര കാലം ജീവിക്കും? ആ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളുമായി എത്ര കാലം ജീവിക്കും? എൻ്റെ ഈ പ്രതിസന്ധിയിൽ ഞാൻ ഈ എത്ര കാലം ജീവിക്കും? എൻ്റെ ഈ അനാരോഗ്യത്തിൽ, രോഗത്തിൽ എനിക്ക് എത്ര കാലം മുമ്പോട്ട് പോകാൻ തക്കവണ്ണം സാധിക്കും? എന്നാൽ അബ്രഹാമിന് ഉത്തരമുണ്ട്. അവൻ പറയുന്നു, ഞാൻ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ട മനുഷ്യനാണ്. നമുക്കും സാധിക്കേണ്ടതാണ്. ആത്മീക അനുഭവത്തിൽ എന്നെ വഴി നടത്തുന്നവൻ ഒരുവരുണ്ടെന്നും അബ്രഹാമിനെ പോലെ ഞാൻ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെടണമെന്നും ചിന്തിപ്പാൻ അബ്രഹാം നമ്മളെ വിളിക്കുകയാണ്. അതിനുശേഷം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം അബ്രഹാമിനെ കണ്ടെത്തുന്നു. 22-1-ാം വാക്യ പ്രകാരമാണ്, അതിനുശേഷം യഹോവ അബ്രഹാമിനെ പരീക്ഷിച്ച് എന്തെന്നാൽ. അതിനുശേഷം യഹോവ അബ്രഹാമിനെ പരീക്ഷിച്ച് എന്തെന്നാൽ 12-ാം അധ്യായത്തിൽ വിളിച്ചു, വേർതിരിച്ചു, അനുഗ്രഹത്തിന്റെ അനുഭവമൊക്കെ നൽകി, ജീവിതത്തിന്റെ സങ്കടങ്ങളെയൊക്കെ തുടച്ച് ഒരു പുതിയ സന്താനത്തെ നൽകി. ഇസ്ഹാക്കിന് അവർ ചിരി എന്നൊക്കെ പേരിട്ടു. ചിരി കരച്ചിലായി മാറി. കുഞ്ഞിന് മുലകുടി മാറുന്ന അനുഭവത്തിൽ ചിരി കരച്ചിലായി തീരുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ ഇന്നത്തെ മന്ദസ്മിതങ്ങൾ ചിലപ്പോൾ നാളെ കരച്ചിലുകളായി മാറിയേക്കാം. ഇന്നത്തെ സന്തോഷങ്ങൾ നാളെ കണ്ണുനീരുകളായി മാറിയേക്കാം. 12-ാം അധ്യായത്തിലെ സന്തോഷം ഇതാ 22-ാം അധ്യായത്തിൽ സങ്കടമായി, വലിയ ഹൃദയവേദനായി തീർന്നിരിക്കുകയാണ്. ദൈവം പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് നിന്നെ വിളിച്ചു, എന്നാൽ നീ നിന്റെ മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. എന്നാൽ തൻ്റെ സ്വന്തം പ്രിയപ്പെട്ട പത്നിയോട് പോലും പറയാതെ അബ്രഹാം തൻ്റെ മകനുമായി വിറകുമായി യാത്ര ചെയ്തു. മല കയറുന്ന സന്ദർഭത്തിൽ പിഞ്ചുബാലൻ അപ്പനോട് ചോദിച്ചു, അപ്പ തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാം പറഞ്ഞു, മകനെ, ദൈവം
കരുതിക്കൊള്ളും. ഇതാണ് ഇല്യൂമിനേഷൻ. പ്രകാശത്തിന്റെ അനുഭവം ഇതാണ്. മകനെ ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയുന്ന വിശ്വാസമാണ്. കഴിഞ്ഞ കാലം അമ്മച്ചിമാർക്ക് അതുണ്ടായിരുന്നു. അവരാരും മക്കളെ പ്രസവിച്ചപ്പോൾ ബാങ്ക് ഡിപ്പോസിറ്റുമായിട്ടല്ല പ്രസവിച്ചത്. ഇന്നിപ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്താണ് മക്കളെ പ്രസവിക്കുന്നത് പോലും. എന്നിട്ട് പോലും ഇത് ശരിയാകുമോ ഇല്ലയോ എന്ന് നിശ്ചയമില്ല. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പലർക്കും ക്രിസ്ത്യാനി തന്നെ വിവാഹം കഴിക്കണമെന്നോ യാതൊരു വെളിച്ചവുമില്ല. കിട്ടുന്ന ഒരുത്തൻ്റെ കൂടെ അല്ലെങ്കിൽ കാണുന്ന ഒരുത്തൻ്റെ കൂടെ ഏത് ബസ്സിനും കൈ കാണിക്കും, ഏത് വണ്ടിക്കും കൈ കാണിക്കും. അതിലൊക്കെ കയറി പോകുന്നൊരു അനുഭവമായി ഇന്ന് ക്രിസ്തീയ പൈതങ്ങളായി തീർന്നിരിക്കുന്നു. പ്രകാശം കുറഞ്ഞു പോകുന്നു. മകനെ ദൈവം കരുതിക്കൊള്ളുമെന്ന് നെഞ്ചോട് ചേർത്ത് വിശ്വാസം പകരുന്ന അപ്പനമ്മമാരുടെ സമൂഹം കുറഞ്ഞു പോകുന്നു. അബ്രഹാമിനത് സാധിച്ചു. അതാണ് ഇല്യൂമിനേഷൻ. ഈ മനുഷ്യനെ നാം കുറച്ച് കഴിയുമ്പോൾ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 1 വാക്യം. അബ്രഹാം വയസ്സ് എന്ന് വൃദ്ധനായി, യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി, യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. പ്രകാശിതനായ വ്യക്തി സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഈ അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ലോകപ്രകാരമുള്ള വളർച്ച മാത്രമല്ല, മനസ്സിന്റെ ഒരു ഫീലിംഗ് ആണിത്. സന്തോഷം. വാട്ട് ഈസ് ഹാപ്പിനെസ്? എന്താണ് സന്തോഷം? ഇറ്റ് ഈസ് എ ഫീലിംഗ് ഓഫ് അവർ മൈൻഡ്. നമ്മുടെ മനസ്സിന്റെ ഒരു ഫീലിംഗ് ആണ് സന്തോഷം. മകളുടെ വിവാഹമൊക്കെ അടുത്തു. 100 പവനൊക്കെ മേടിച്ചു വെച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. പ്രിയപ്പെട്ടവർ വിളിച്ചു ചോദിച്ചു, എന്തായി, എങ്ങനുണ്ട്? ഓ, ഒരു സന്തോഷവും ഇല്ല. ടാറ്റായുടെ ഇന്നത്തെ പ്രശ്നം എനിക്ക് ബിർളാകാനൊക്കെ ഒന്നുമില്ലല്ലോ എന്നാണ്. നമ്മുടെയൊക്കെ സന്തോഷത്തിന്റെ കുറവ് എനിക്ക് എൻ്റെ അയലത്തുകാരനാകാൻ ഒക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. എനിക്ക് ഞാനായിരിക്കാനല്ല ഇഷ്ടം, എൻ്റെ അയലത്തുകാരനെ പോലെ എനിക്കാകണമെന്നുള്ള ചാണ്. എനിക്ക് ഞാനായാൽ പോരെ, എനിക്ക് അവനാകണമെന്നുള്ള ചിന്തയാണ് ഇന്നത്തെ പ്രകാശമൊക്കെ കെട്ടുപോകാൻ കാരണം. ഒത്തിരി സാരിയുണ്ട്, എന്നാലും എത്ര ഉണ്ടെന്നും പറയുകയില്ല. എന്നാൽ അയലത്തുകാരി ചൂണ്ടിക്കാണിക്കുന്നു, പറയും, നീ എന്താ ഇങ്ങനെ വൃത്തികേടായിട്ട് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ എന്ത് മേടിച്ചു തരുന്നു? ഒത്തിരി ഡ്രസ്സുള്ളതാണോ? ഉള്ളത് കൊണ്ട് വൃത്തിയായി നടക്കുന്നതാണല്ലേ. ജീവിതത്തിന്റെ മനോഭാവങ്ങളിൽ ഒത്തിരി കുറവുകൾ വന്നു പോകുന്നു. സന്തോഷം എന്നത് മനസ്സിന്റെ ഭാവമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹായെ ജയിലിൽ പിടിച്ചിട്ടു. റോമൻ ജയിലിൽ കഴിയുമ്പോൾ ആ പരിശുദ്ധ പിതാവ് പറയുകയാണ്, ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ജയിലിൽ കിടക്കുന്ന മനുഷ്യന് ഇങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ മനസ്സെന്ത് വരും? വട്ടാണെന്ന് വിചാരിക്കും. വട്ടില്ലാത്തവർക്കല്ലാതെ ഇങ്ങനെ പറയാനൊക്കുമോ? ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ജയിലിലാണ് കിടക്കുന്നത്. ഇതാണ് ക്രിസ്തുവിലുള്ള ഇല്യൂമിനേഷൻ എന്ന് വെച്ചാൽ. ഇതാണ് ക്രിസ്തുവിലുള്ള പ്രകാശീകരണം. ഇതാണ് എത്ര ഇല്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന മനസ്സിന്റെ ഭാവം. ഇല്യൂമിനേഷൻ കിട്ടിയ വ്യക്തികൾ തീരെ ചുരുക്കമാണ്. എന്നാൽ പരിശുദ്ധ മാമോദീസ ഒരു വലിയ പ്രകാശീകരണത്തിന്റെ അനുഭവമാണ്. പരിശുദ്ധ മാമോദീസയിലൂടെ പരിശുദ്ധ സഭയുടെ പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുന്നു. ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിനായി പ്രകാശിക്കുവാൻ തക്കവണ്ണമാണ്. പ്രകാശമുള്ള ഒത്തിരി വ്യക്തികളെ നാം ബൈബിളിൽ കണ്ടെത്തുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം ഒരു മനുഷ്യനെ വിൽക്കുന്ന അധ്യായമാണ്. ആരെ വിൽക്കുന്നതാണ്? ജോസഫിനെ വിറ്റുകളയുകയാണ്. വിൽക്കുന്നത് ആരെയാണ്? സാധനത്തിനെയാണ് വിൽക്കുന്നത്. സാധനങ്ങളും ചരക്കുകളും മൃഗങ്ങളെയൊക്കെയാണ് വിൽക്കുന്നത്. എന്നാൽ സ്വന്തം സഹോദരനെ 10 പേര് ചേർന്ന് വിറ്റുകളഞ്ഞു. അതിൽ 9 പേരാണ് കൂടുതലായി അതിനായി പ്രവർത്തിച്ചത്. ഒരു സാധനം കണക്ക് ഈ മനുഷ്യനെ വിറ്റുകളഞ്ഞു. എന്നാൽ വിറ്റുകളയാൻ കാരണം എന്താണ്? ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച ചില പ്രകാശമാണ് അവനെ വിറ്റുകളയാൻ കാരണം.
അതിന് രണ്ട് കാരണങ്ങളാണ്. അവൻ കണ്ട രണ്ട് സ്വപ്നങ്ങളാണ്. ഒന്ന്, കറ്റ. എല്ലാവരും വയൽ കൊയ്യുകയായിരുന്നു. ജോസഫിന്റെ കറ്റയെ മറ്റുള്ള കറ്റകളൊക്കെ നമസ്കരിച്ചു. അന്നേരം ചോദിക്കുന്നു, ഞാനും അമ്മയും നിന്റെ സഹോദരങ്ങളെല്ലാം നിന്നെ നമസ്കരിക്കുമോ? അവന്റെ ഉന്നമനം അവർക്ക് സഹിച്ചില്ല. പിന്നീട് അവൻ കണ്ട സ്വപ്നം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നു. നീ കൊള്ളാമല്ലോ. അവരുടെ മനസ്സിൽ അങ്കലാപ്പായി. സഹോദരന്മാര് 10 പേര് ചേർന്ന് ചിന്തിക്കാൻ തുടങ്ങി, യവനെ എങ്ങനെ താഴെ കൊണ്ടുവരണം, യവനെ എങ്ങനെ നിലം പരിചാക്കാം. ജീവിതത്തിൽ സ്വപ്നം കാണുവാൻ ഇന്ത്യൻ പ്രസിഡന്റ് പഠിപ്പിച്ചു. അബ്ദുൽ കലാം അതാണ് പഠിപ്പിച്ചത്. ലോകത്തിന്റെ നന്മയ്ക്കായും മറ്റുള്ള രാജ്യങ്ങളുടെ നിറവിലേക്കും ഇന്ത്യ കടന്നു കയറുവാൻ സ്വപ്നങ്ങൾ കാണിപ്പാൻ തക്കോണം ഇടയാക്കി. സ്വപ്നം കണ്ടുറങ്ങുവാൻ തക്കോണമല്ല, സ്വപ്നം കണ്ട് മനസ്സിൽ ഒരു പുതിയ തീ ഉണ്ടാക്കി നന്മയുടെ അന്വേഷികളായി തീരുവാൻ തക്കോണമാണ് അദ്ദേഹം വിളിച്ചത്. ഇവിടെ സ്വപ്നം കണ്ട ജോസഫ് വിൽക്കപ്പെടുകയാണ്. വരുന്നു സ്വപ്നക്കാരൻ. ഈ അടുത്തിടയ്ക്ക് ഒരു പെങ്കൊച്ചു വിളിച്ചു പറയുകയായിരുന്നു, ഞാൻ കാണുന്ന സ്വപ്നമൊക്കെ അങ്ങ് ഫലിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ ആരുടെയെങ്കിലുമൊക്കെ മരണ സ്വപ്നം കാണും, അതങ്ങ് സംഭവിക്കും. ചിലപ്പോൾ ജോസഫിന്റെ ഒക്കെ പതിപ്പായിരിക്കും അത്. ജോസഫിനെ വിറ്റു. എന്നാൽ 41-ാം അധ്യായത്തിൽ 37-ാം അധ്യായത്തിൽ വിൽക്കപ്പെട്ട മനുഷ്യൻ 41-ാം അധ്യായം 37-ാം വാക്യത്തിൽ അവിടെ കാണുകയാണ്. അവിടെ ഫറവോൻ പറയുന്നു, ഇതുപോലെ ദൈവാത്മാവുള്ള മനുഷ്യൻ വേറെ ഉണ്ടോ? ഇതുപോലെ ദൈവാത്മാവുള്ള മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിലില്ലല്ലോ. ആയതുകൊണ്ട് ഞാൻ കഴിഞ്ഞാൽ അടുത്ത അധികാരി അവനായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ സഹോദരന്മാരൊക്കെ വന്ന് തൻ്റെ മുമ്പാകെ ഭക്ഷണത്തിനായി കൈയും കെട്ടി നിൽക്കുന്ന അനുഭവം. ജോസഫ് പറയുകയാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ ദൈവ കരുതലായിരുന്നു. ഈ പട്ടിണി നിങ്ങളെ രക്ഷിപ്പാൻ ദൈവമാണ് നിങ്ങളെ കൊണ്ട് എന്നെ വിൽപ്പിച്ചത്. ഈ പട്ടിണിയിൽ നിന്ന് കരകയറുവാൻ ദൈവമാണ് നിങ്ങളെ എന്നെ സെയിലാക്കിയത്. ഒരു ചരക്ക് കണക്ക്, ഒരു വസ്തു കണക്ക് വിൽക്കപ്പെട്ട മനുഷ്യൻ എത്ര വലിയ ഇലൂമിനേഷനുള്ള മനുഷ്യനായിട്ടാണ്, എത്ര വലിയ പ്രകാശീകരണം സംഭവിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുവാൻ തക്കൊണ്ട് ഇവിടെ ആകുന്നത്. നമ്മളായിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് അയ്യോ അവർക്ക് വിഷം കൊടുത്തു വന്നേനെ. അന്ന് ഒരെണ്ണത്തിനെ തിരിച്ചു വിടത്തില്ലായിരുന്നു, പട്ടിണിക്കിട്ട് വന്നേനെ. നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ കാലൊടിഞ്ഞതേ എന്നെ കരയിച്ചേനാ. അവിടെ മക്കളൊക്കെ ആണ് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ചെറുക്കൻ ജോലിക്ക് പോയിച്ച് തിരിച്ചു വന്നല്ലോ. എന്താ കാരണം? പണ്ട് എനിക്ക് താഴെ ചീനി മോളി ചോറുമായിട്ട് വന്നോണ്ടാ. ഇതൊക്കെ നമ്മൾ പറയുന്ന കുറ്റം. ജീവിതത്തിൽ പ്രകാശമില്ലാത്ത അനുഭവത്തിൽ നമ്മളൊക്കെ ആയിത്തീരുന്നു. എന്നാൽ പരിശുദ്ധ പരിമല തിരുമേനി പ്രകാശത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ച് പ്രകാശമായി തീർന്നു. ക്രിസ്തുവാകുന്ന നിത്യപ്രകാശത്തെ പിന്തുടർന്ന ശ്രേഷ്ഠനായ മനുഷ്യനാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിത്തീരും. സഹോദരന്മാർ പട്ടിണി കൊണ്ട് കൈനീട്ടിയപ്പോൾ ജോസഫ് അവരുടെ മുമ്പിൽ ജീവന്റെ വെളിച്ചമായി മാറി. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മുമ്പാകെ നാം വന്ന് അദ്ദേഹത്തിന്റെ ആത്മാവോട് പ്രാർത്ഥിക്കുമ്പോൾ പരിമള പുണ്യവാളൻ ജീവന്റെ വെളിച്ചമായി മാറും. സങ്കടത്തോടെ നിലവിളിക്കുന്നവർ ആർപ്പോടെ കൊയ്തു കൊണ്ടുപോകുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇലൂമിനേഷൻ. പരിശുദ്ധ സഭയുടെ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും ശ്രേഷ്ഠനായി തീർന്ന ഈ പുണ്യപിതാവ് ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ജീവിതത്തിൽ ഊറ്റിയെടുത്ത ശ്രേഷ്ഠ പിതാവാണ്. ലൈറ്റ്, I means illuminates. അടുത്ത ആൽഫബറ്റ് G means gives. ക്രിസ്തു എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ എപ്പോഴും നൽകിക്കൊണ്ടേയിരുന്നു. 3 ദിവസം തൻ്റെ പ്രസംഗം കേട്ട് അവരൊക്കെ പട്ടിണിയിരിക്കുകയാണ്.
ഒരമ്മയുടെ ഹൃദയത്തോടെ ക്രിസ്തു ചോദിക്കുന്നു, ഇവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, നിങ്ങളുടെ പക്കലെന്നുണ്ട്. അതാണ് അമ്മ. അങ്ങനെയാണ് അമ്മ. ഒരു കോലാട് കണക്കാണ്. അമ്മമാരെപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. വണ്ണമുള്ള അമ്മമാരും വണ്ണമില്ലാത്ത അമ്മമാരും ഒക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പള്ളിയിൽ ഒത്തിരി വണ്ണമുള്ള അമ്മമ്മയുണ്ട്. അവരെല്ലാം പ്രാർത്ഥനയ്ക്കും വരും. എന്നാൽ ഒത്തിരി സ്കെലിറ്റൽ അമ്മമാരും ഉണ്ട്, അവരൊന്നും വരികയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ തടിയും മിടുക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും പലരെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നില്ല. എന്നാൽ ജീവിതത്തിൽ ഒത്തിരി ശ്രേഷ്ഠതകൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നുണ്ട്. ദൈവം എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കും. പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല. ഈ ഒരു അമ്മ ഹൃദയം നമുക്ക് പലർക്കും ഉണ്ട്. പണ്ടൊക്കെ നമുക്ക് വീട്ടിൽ ഫ്രിഡ്ജില്ലായിരുന്നു. അന്നേരം പാലിങ്ങനെ സൂക്ഷിച്ച് വെക്കാനും ഒക്കുകയില്ല. അന്നേരം എന്തോ ചെയ്യും? ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ആടിൻ്റെ അടുത്തോട്ടാണ് ഓടുന്നത്. ഒരാൾ അടുപ്പിൽ ഗ്യാസുണ്ടോ, ഒരാൾ തീ കത്തിക്കും, ഒരാൾ ആടിൻ്റെ അടുത്തോട്ട് പോകും. ചിലപ്പോൾ അവിടെ പൈലയും പഞ്ചാരയും കാണത്തില്ല. 4-5 വീട്ടിലോട്ട് പോയാണ് ഈ സാധനമൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. ഇങ്ങനെ ഭിക്ഷ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് അതിഥിക്ക് കൊടുക്കുകയാണ്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ മനസ്സാണ്. പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല. നമ്മുടെ വീട്ടിൽ ഇപ്പം ചായയൊക്കെ ഇടത്തില്ല. നമുക്ക് എളുപ്പമുള്ള പരിപാടിയാണ്. എന്താണ്? ഇപ്പം എല്ലാം ടാങ്ക് കലക്കുകയാണ്. എളുപ്പത്തിലാണ് പരിപാടി, ഇൻസ്റ്റൻ്റാണ്. പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സില്ല. വീട്ടിൽ വരുന്നവർക്ക്, പ്രിയപ്പെട്ടവർക്ക്, നമ്മളെ കാണാൻ വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീരണം. നമ്മുടെ സഭയിലെ പല തിരുമേനിമാരും അപ്രകാരം ചെയ്യുന്നുണ്ട്. അവരെ കാണാൻ വരുന്നവർക്ക് ഒരു മിഠായിയോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തു വിടുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീരും. അഭിനന്ദനായ ഒസ്താത്യോസ് തിരുമേനി അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ സമൃദ്ധിയായി മധുരപലഹാരം കൊടുത്തു വിടുമായിരുന്നു. അതിൻ്റെ കൂടെ അദ്ദേഹവും അത് കഴിക്കുമായിരുന്നു. ജീവിതത്തിൽ നൽകുന്നൊരു തമ്പുരാൻ. കർത്താവ് കൽപ്പിച്ചു. മർക്കോസിന്റെ സുവിശേഷം 10-45 വാക്യം, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഞാൻ ചെയ്യിപ്പാൻ വന്നതല്ല, ഞാൻ കൊടുപ്പാനും മറുവിലയായി കൊടുപ്പാൻ വേണ്ടിയാണ് വന്നത്. ക്രിസ്തു മറുവിലയാണ്. നമ്മുടെ പാപത്തിന്റെ പരിഹാരമാകുന്ന മറുവിലയായി തന്റെ രക്തം കൊടുക്കുവാൻ തക്കോണമാണ് ക്രിസ്തു വന്നത്. ഹൃദയത്തിന്റെ അറകളിൽ ഒരറയാണ് ആറിക്കൽ. ക്രിസ്തുവിന്റെ മരണത്തെപ്പറ്റി ശാസ്ത്രീയമായി പഠിച്ചപ്പോൾ ശാസ്ത്രത്തിന് പറയുകയായിരുന്നു, ഒരു മനുഷ്യൻ എത്ര രക്തം വാർന്നു മരിച്ചു കഴിഞ്ഞാലും ഹൃദയത്തിന്റെ ആറുകളിൽ സ്വല്പം രക്തം കെട്ടി നിൽക്കും. ക്രിസ്തുവിനെ ക്രൂശിച്ച ഫടൻ അദ്ദേഹത്തിന്റെ ചങ്കിന്റെ ഭാഗത്ത് ആഞ്ഞു കുത്തിച്ചപ്പോൾ രക്തവും വെള്ളവും ധാരധാരയായി ഒഴുകി. അവസാനത്തെ തുള്ളി ആറുകളിൽ കെട്ടുനിന്ന അവസാനത്തെ തുള്ളി രക്തവും ക്രിസ്തു നമുക്കായി പ്രവഹിപ്പിച്ചു. അപ്രയം എന്ന് പറയുന്ന പിതാവ് പറയുകയാണ്, ആ രക്തവും വെള്ളവും ഒഴുകിയതാണ് പരിശുദ്ധ സഭയുടെ മാമോദീസ കൂദാശ. പരിശുദ്ധ മാമോദീസയുടെ ക്രിസ്തുവിന്റെ രക്തത്താലും ജലത്താലും നാം വീണ്ടെടുക്കുകയാണ്. ജലത്താൽ മാമോദീസ തൊട്ടിയിൽ നിന്നും കാസായിലൂടെ രക്തത്താലും നാം വീണ്ടെടുക്കപ്പെടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുമ്പോൾ 3 കൂദാശകൾ ഒരു ദിവസം പ്രാപിക്കുന്നുണ്ട്. ഏതൊക്കെയാ? പരിശുദ്ധ മാമോദീസ, മൂറോൻ, വിശുദ്ധ കുർബാന. എന്തിനാ ഈ മൂറോൻ പൂശുന്നത്? ആദം പാപം ചെയ്തപ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രകാശത്തിന്റെ വസ്ത്രം ഉരിഞ്ഞുപോയി. ഈ മൂറോൻ പരിശുദ്ധാത്മാവാകുന്ന പ്രകാശത്തിന്റെ വസ്ത്രമാണ്. അത് നെറ്റിക്ക് മാത്രമാണ് തൊടുന്നത്, ശരീരം മുഴുവനാണ് തൊടുന്നത്. ശരീരം മുഴുവനും പൂശുകയാണ്. വെള്ളത്തിലും മാമോദീസ വെള്ളത്തിലും അതൊഴിച്ച് വിശുദ്ധ മൂറോൻ ഒഴിച്ച് അങ്ങനെയാണ് കുഞ്ഞിനെ മാമോദീസ കഴിക്കുന്നത്. അങ്ങനെ മാമോദീസ നമുക്ക് കുഞ്ഞിനെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട കൊടുത്ത് രക്തത്താലും വെള്ളത്താലും വീണ്ടെടുക്കുന്നു. ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പാണ് പരിശുദ്ധ മാമോദീസ. നമുക്കിന്ന് മാമോദീസ ആഘോഷമാണ്. പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നാം അനുഗ്രഹമായി പൂർത്തീകരിക്കേണ്ട പരിശുദ്ധ മാമോദീസ
നമുക്കിന്ന് ആചാരവും അനുഷ്ഠാനവും അനേകരെ വിളിച്ച് സദ്യ കൊടുക്കുന്ന അനുഭവമാക്കി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ജീവിതത്തിൽ കൊടുക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം. ക്രിസ്തു എപ്പോഴും കൊടുത്തുകൊണ്ടേയിരുന്നു. കാലൊരിക്കലും കഴുകരുതാത്തവൻ, കാൽ മറ്റുള്ളവരുടെ കാലിൽ പിടിക്കരുതാത്തവൻ, മണ്ണാങ്കട്ടയുടെ കാല് പിടിച്ചെന്ന് നാം ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിൽ പ്രത്യേകമായി ചൊല്ലുന്നുണ്ട്. മണ്ണിരുന്ന ദൈവത്തെ വിധിച്ചു. മണ്ണിനെ ദൈവം കഴുകി. എന്നിട്ടും കഴുകപ്പെട്ടവൻ അലിഞ്ഞു പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. ദൈവം എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ലഭിച്ചതല്ലാതെ ഒന്നുമില്ല, എനിക്ക് ലഭിച്ചതല്ലാതെ ഒന്നുമില്ല. നമുക്കിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെല്ലാം നൽകിയതാണ്, ഒന്നും നേടിയതല്ല. നമ്മൾ പാടുന്നുണ്ട്, നിന്നതല്ല നാം ദൈവം നമ്മെ നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. ഞാൻ എൻ്റെ കഷ്ടത്തിലെ യഹോവയോട് നിലവിളിച്ചു, അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ചെവി ചായ്ച്ച് ഇത്രമാത്രം ശ്രദ്ധയോടെ നമ്മളെ കേൾക്കുന്നവൻ മറ്റാരുണ്ട്? സ്വന്തം ജീവിതം പകർന്ന് ഇത്രമാത്രം നമ്മളെ തീറ്റുന്നവൻ മറ്റാരുണ്ട്? സ്വന്തം ചോരയിൽ ശരീരത്തിൽ ഒരു തുള്ളി പോലും അവശേഷിപ്പിക്കാതെ നമുക്കായി ചൊരിഞ്ഞ ഈ ദൈവത്തെ പോലെ ശ്രേഷ്ഠനായ മറ്റൊരു സ്നേഹിതനും ദൈവവും മറ്റെവിടെയുണ്ട്? ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ജയിലിൽ കിടക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ ക്രിസ്തുവിൻ്റെ മരണത്തെപ്പറ്റി എഴുതുകയാണ്. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. ക്രൂശിലെ മരണത്തോളം സ്വയം താഴ്ത്തുന്ന അനുഭവം. നമ്മളൊക്കെ ഓരോ ദിവസവും കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ് ഈ കുമ്പിടിയിൽ? ഭൂമിയോളം സ്വയം താഴുകയാണ്. അബ്രഹാം പഠിപ്പിച്ചതാണ് ഈ കുമ്പിടിയിൽ. അബ്രഹാം 3 പുരുഷന്മാർ തൻ്റെ തോട്ടത്തിൽ നിൽക്കുന്നത് കണ്ട് അവരെ കുമ്പിട്ട് വണങ്ങി അവർക്ക് വേണ്ടി കാളയും അവൻ്റെ ഭാര്യ അവർക്ക് വേണ്ടി അപ്പവുമൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഇസ്ഹാക്ക് എന്ന ചിരി പിറക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. കരുതലാണ് ചിരിയായി മാറിയത്. ദൈവദൂതന്മാരെ അബ്രഹാം കരുതിയതാണ്. ഇസ്ഹാക്ക് എന്ന ചിരി അടുത്ത വർഷം അവർക്ക് ലഭ്യമാകുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. കരുതലിലാണ് ചിരിയൊക്കെ ഇരിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടതാണ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ ഒരു രാജാവിന് മക്കളില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഒത്തിരി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി, അയാൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. ഒരിക്കൽ ഒരു മന്ത്രവാദി വന്നിച്ച് പറഞ്ഞു, ഞാൻ അങ്ങേക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാം, അങ്ങ് ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, ഒരമ്മയുടെ സുമുഖനായ മകനെ നരബലിക്കായിട്ട് നൽകണം. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. പിറ്റേ ദിവസം ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ അരുമ മകനുമായിട്ട് വന്ന് അവർക്ക് വലിയ ദാരിദ്ര്യമാണ്, അവർക്ക് ഇനിയും മക്കളും ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഈ മകനെ കൊണ്ടുവന്ന് കൊടുത്ത് ധാരാളം സ്വത്തുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ഒത്തിരി സ്വത്ത് കിട്ടി അവർക്ക്. അമ്മയും അപ്പനും തിരിച്ചുപോയി. കുഞ്ഞേകനായി. നരബലിയുടെ ദിവസം വന്നു. കുഞ്ഞിനെ ഒരു പീഠത്തിലിരുത്തിയിരിക്കുകയാണ്. നിമിഷങ്ങളെടുക്കും തോറും ഈ പീഠത്തിലിരിക്കുന്ന കുഞ്ഞ് താഴേക്കിറങ്ങി 4 വരകൾ ഭൂമിയിൽ വരച്ചു. എന്നിട്ട് ആദ്യത്തെ 3 വരയും ഈ കുഞ്ഞ് മായ്ച്ചു കളഞ്ഞു.
രാജാവിന് കുഞ്ഞിൻ്റെ ചെയ്തിയിൽ കൗതുകം തോന്നി. രാജാവ് കുഞ്ഞിനോട് കാര്യങ്ങൾ ആരാഞ്ഞു. എന്താണ് കുഞ്ഞെ നീ ചെയ്തത്? 4 പ്രാവശ്യം നീ വരച്ചു, 3 പ്രാവശ്യം നീ മായ്ച്ചു കളഞ്ഞു. കുഞ്ഞു പറഞ്ഞു, രാജാവേ, അർത്ഥം ഇതാണ്, ഞാൻ വരച്ച് മായ്ച്ച 1ാമത്തെ വര മാതൃസ്നേഹത്തിൻ്റെ വരയാണ്. ആരും വിസ്മരിച്ചാലും അമ്മയുണ്ടെന്നാണ് സമൂഹം പഠിപ്പിക്കുന്നത്. അമ്മ എന്നെ പണത്തിനായി വിറ്റു. മാഞ്ഞുപോയ 1ാമത്തെ വര മാതൃസ്നേഹത്തിൻ്റെതാണ്. അമ്മ മറന്നാൽ അപ്പനായിരുന്നു എന്നെ സ്നേഹിക്കേണ്ടതും കരുതേണ്ടതും. അപ്പനും അമ്മയോട് ചേർന്ന് സ്വത്തിനു വേണ്ടി എന്നെ വിറ്റു. ഞാൻ വരച്ചു മായ്ച്ച 2ാമത്തെ വര പിതൃസ്നേഹത്തിൻ്റെ വരയാണ്. ഞാൻ വരച്ചു മായ്ച്ച 3ാമത്തെ വര അപ്പനും അമ്മയില്ലാത്തവരെ സംരക്ഷിക്കേണ്ടത് രാജാവും ഗവൺമെൻറ്റുമാണ്. അങ്ങെന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങയുടെ സ്നേഹവും എനിക്ക് നഷ്ടപ്പെട്ടു. അതാണ് ഞാൻ വരച്ചു മായ്ച്ച 3ാമത്തെ വര. രാജസ്നേഹം മാഞ്ഞുപോയ വരയാണ്. ഞാൻ വരച്ചിട്ട് മായ്ക്കാത്ത 4ാമത്തെ വരയുണ്ടല്ലോ, അതെൻ്റെ ദൈവസ്നേഹത്തിൻ്റെ വരയാണ്. രാജാവ് ആ കുഞ്ഞിനെ കെട്ടിപ്പുണർന്നു. ആ സദസ്സിൽ വെച്ച് അവനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. ജീവിതത്തിൽ ദൈവം നൽകുന്ന സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, അതൊക്കെ നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും അനുഭവിക്കുന്നതാണ്. യാത്ര ചെയ്ത് ഇവിടെ വരുവാനും ഇവിടെ ഒന്ന് തിരിച്ചു പോകുന്നതും ഒക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. ലഭിച്ചതല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് ചിന്തിപ്പാനും ശ്രദ്ധിപ്പാനും നമുക്ക് സാധിക്കുന്ന അനുഭവമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം. കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, സഹോദരരെ, രക്തബന്ധങ്ങളെ, ഇടവക അനുഭവങ്ങൾ, കൂട്ടായ്മകൾ, ഇതൊക്കെ നമുക്ക് ദൈവം തന്നതാണ്. നമുക്കൊക്കെ ഇന്ന് വ്യഗ്രത ഇതെല്ലാം വിട്ടുകളയാനാണ്, ഉപേക്ഷിച്ചു പോകാൻ വേണ്ടിയാണ് എല്ലാം താല്പര്യം. ആയതുകൊണ്ട് ഗ്രാമങ്ങൾ വിട്ട് പട്ടണങ്ങളിലേക്ക് ചേക്കേറുന്നു. ആരും വരരുത്. പണ്ടൊക്കെ വീട്ടിലെല്ലാവരെയും കയറ്റിയിരുത്തുമായിരുന്നു. ഇന്നിപ്പോഴ് എല്ലാവരും സിറ്റ് ഔട്ടിലായിരിക്കുന്നത്. പെരയ്ക്കകത്ത് ആരും കയറ്റുകയില്ല. നല്ല സാധനങ്ങളൊക്കെ പണിഞ്ഞു വെച്ചിട്ട് അത് ഉപയോഗിക്കുന്നതേയില്ല. നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം പ്ലേറ്റുകളുണ്ട്. സേറായുടെയും മറ്റ് ലാവപാലയുടെയും ഒക്കെ പ്ലേറ്റുകൾ ഇരിപ്പുണ്ട്. നമ്മളും എല്ലാം കഴിച്ചിട്ടുണ്ടായത്. അമ്മച്ചി ഇങ്ങനെ കരുതി വെച്ച് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. നീ പിന്നെ അവിടെ വെച്ചിരിക്കുകയാണ്. ഒരു നല്ല പ്ലേറ്റിൽ പോലും നമ്മൾ ഉണ്ടിട്ടില്ല. കൊച്ചു വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രസിഡൻ്റൊക്കെ വരുമായിരിക്കും, അന്നേരം കൊടുക്കാം, അന്നേരം വെച്ചിരിക്കുകയാണ്. ഒരു നല്ല പ്ലേറ്റിൽ പോലും നമ്മൾ ഉണ്ട് ഉറങ്ങുന്നില്ല. പിന്നെ നല്ല പ്ലേറ്റ് കഴിക്കുന്നത് കേറ്ററിംഗുകാരുടെ പ്ലേറ്റിലാണ്. അവരാണ് ഇപ്പോൾ നമുക്ക് പ്ലേറ്റ് തരുന്നത്. ബാക്കി എല്ലാം അലൂമിനിയം പാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെപ്പോലും ഒന്നും വിനിയോഗിക്കാൻ തക്കോണം സാധിക്കുന്നില്ല. പെരയൊക്കെ അടച്ചിട്ട് അഴുക്കാകാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ ഭവനങ്ങൾ എല്ലാം ചവിട്ടിത്തേച്ചും വൃത്തികേടാക്കിയും വീണ്ടും വൃത്തിയാക്കിയും ഇരിക്കുന്ന അനുഭവമായിരുന്നു. ഇന്നിപ്പോൾ ആരും കയറാതിരിക്കാൻ തക്കോണം എല്ലാം അടച്ചിട്ടിരിക്കുന്ന അനുഭവമാണ് നമ്മുടെ ഭവനങ്ങൾ. ജീവിതത്തിൽ നമുക്ക് ലഭിച്ചതൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ തക്കണം സാധിക്കണം. ലഭിച്ച പ്രാർത്ഥനയും ലഭിച്ച സന്ദർഭവും ഒക്കെ ഉപയോഗിക്കാൻ തക്കണം ഇടയായിത്തീരണം. ലഭിച്ച കൃപകളെ ഉപയോഗിക്കണം. ലഭിച്ച സമയത്തെ പ്രാർത്ഥനാപൂർവ്വം ഉപയോഗിക്കണം. ലഭിച്ച ബന്ധങ്ങൾ ഉപയോഗിക്കണം. അവരിങ്ങോട്ട് വന്നാൽ എനിക്ക് നഷ്ടമാണ്. 2 ചായ, സമയം അത്രയും, ഗ്യാസ്, ചിലയിടത്തൊക്കെയാണ് ഉപ്പുവെള്ളമാണ് കിട്ടുന്നത്. അവർ മിനറൽ വാട്ടർ മേടിച്ചാണ് ഉപയോഗിച്ചത്. അവരിങ്ങോട്ട് വന്നാൽ പിന്നെ മിനറൽ വാട്ടറിൻ്റെ ചിലവ് കൊണ്ട് ബന്ധങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു പോവുകയാണ്. ഒന്നും കൊടുക്കാതെ എങ്ങനെ സ്നേഹിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ഇന്ന് പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ, അനുവർത്തനങ്ങൾ ചുരുക്കമായി പോകുന്നു. കൊടുക്കുവാൻ തക്കോണം ശീലിക്കണം. ജീവിതത്തിൽ പ്രാർത്ഥനയെങ്കിലും കൊടുക്കുവാൻ തക്കോണം കൂടെയാകണം. ഒരിക്കല് ഒരു വീട്ടിൽ ചെന്നുവെച്ച് അച്ഛൻ വളരെ കാര്യമായിട്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കണ്ടന്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു: കർത്താവ്, എത്ര നല്ല ഭവനം, ഈ 3 നില ഭവനം ഇവർക്ക് കൊടുത്തതിനായിട്ട് കൃപ, എല്ലാ മുറിയിലും മാർബിളാണല്ലോ, എല്ലാ മുറിയിലും മൊസൈക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഒത്തിരി പ്രാർത്ഥനയൊക്കെ എടുത്തു. എത്ര വലിയ സന്തോഷമുള്ള ഭവനമാണിത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടുത്തെ മുതിർന്ന ആൾ ചോദിച്ചു, അച്ഛോ, ഇത് പ്രാർത്ഥനയായിരുന്നു, പിരാക്കായിരുന്നു? ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോലും അർത്ഥഭേദം സംഭവിച്ച അനുഭവമാണ്. നമ്മൾ രോഗികളെ കാണാൻ വേണ്ടി ചെല്ലും, സമാധാനം കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എന്നിട്ട് നമ്മളിറങ്ങി തിരിച്ച് പോരുമ്പോഴത്തേക്ക് അവർക്ക് സമാധാനം കെട്ടുപോയി. എന്താണ്?
ഇതുപോലെ ഞങ്ങൾ അപ്പുറത്തെ റോസമ്മയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ഫലിച്ചില്ല. ഈ ആശുപത്രിയിൽ എന്തിനാണ് പോകുന്നത്, വേറൊരിടത്ത് മാറി കാണിച്ചാൽ എന്താണ്? അവർ നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ്. ഒത്തിരി ഉപദേശങ്ങൾ കൊടുക്കും. എന്നാൽ കൊടുക്കേണ്ടതൊന്നും കൊടുക്കുവാൻ നമുക്ക് മിക്കപ്പോഴും സാധിക്കുന്നില്ല. നമുക്ക് സ്നേഹവും കാരുണ്യവും അനുഗ്രഹവും സമാധാനവും ഒക്കെ വാരി വാരി കൊടുക്കുവാൻ തക്കണം ഇവിടെ ആയിത്തീരണം. BSNLകാർ ലാൻഡ് ഫോണിൽ വൈകിട്ട് 9 മണി മുതൽ രാവിലെ 7 മണി വരെ ഫ്രീ കോൾ തന്നിരിക്കുകയാണ്. എന്നിട്ട് പോലും നമ്മൾ നമ്മുടെ ബന്ധുക്കാരെ വിളിക്കാതെ ആർക്കൊക്കെയോ SMS-ഉം വാട്സാപ്പും ഒക്കെ അയച്ച് നമ്മുടെ ജീവിതം പാഴാക്കുകയാണ്. ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഒരു സമയവും പാഴാകുകയില്ലായിരുന്നു. ആ സീരിയലിൻ്റെ സമയം ഇച്ചിരി ഒന്ന് ആ സീരിയൽ കണ്ടുകൊണ്ട് തന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. നിനക്ക് എങ്ങനെയുണ്ട്, നിൻ്റെ മക്കളൊക്കെ എങ്ങനെ ഇരിക്കുന്നു, പ്രായമൊക്കെ ആയല്ലോ, എങ്ങനെയുണ്ട്, മക്കളൊക്കെ വിളിക്കാറുണ്ടോ? ഒരു നല്ല വാക്കിന് പോലും സ്നേഹമില്ലാതെ പോകുന്ന ബന്ധുതകളാണ് ഇന്ന് നമ്മുടെ സഭയിലും സമൂഹത്തിലൊക്കെ വളരുന്നത്. നമ്മൾ വലിയ വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ താഴേക്കിടയുള്ളവരെ നമ്മൾ തഴയുവാൻ തക്കവണ്ണം ഇടയാകുന്നു. എന്നാൽ ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങളെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വരുവാനും ആശ്വസിപ്പിക്കുവാനും കരം നീട്ടിത്തന്നവൻ ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പള്ളി വരുമ്പോൾ എപ്പോഴും കണക്ക് നോക്കുന്നവരാണ്. എൻ്റെ അടുത്തൊരു വല്യമ്മച്ചി പറയുകയായിരുന്നു, അച്ഛാ പള്ളി വരണമെങ്കിൽ 4 വരണമെങ്കിൽ 70 രൂപ. അമ്മച്ചിയുടെ മക്കളൊക്കെ ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നവരാണ്. അമ്മച്ചി കണക്ക് പറയുകയാണ്, അച്ഛാ അങ്ങോട്ട് 70 ഇങ്ങോട്ട് 70, 140, പള്ളി 10, 140 10 150, 150 × 4, ചിലപ്പോൾ 5 ആഴ്ച വരണമെങ്കിൽ 4 ആഴ്ച വരണമെങ്കിൽ എന്തോ വലിയ പ്രയാസമാണ്. പ്രിയപ്പെട്ടവരെ, ലഭിച്ചിട്ടില്ലയോ? നമ്മൾ പള്ളിക്കും സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിച്ച കൃപകളെ വിസ്മരിച്ചാണ് ജീവിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ പ്രാണനെ എടുത്താൽ നീ പിന്നെ ഏത് പള്ളിയിൽ പോവും? ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ജീവിതം എങ്ങനെയായി പോവും? അപ്പച്ചന്മാരൊക്കെ കാശുള്ളവരൊക്കെ രാവിലെ പത്രം എടുത്തുവെച്ച് നോക്കുന്ന, പണ്ടൊക്കെ ചരമക്കളാണ് നോക്കിക്കൊണ്ടിരുന്നത്, ഇപ്പം സെൻസെക്സാണ് നോക്കുന്നത്. ആ പേജാണ് നോക്കുന്നത്. സ്വർണത്തിൻ്റെ വിലയും സെൻസെക്സിൻ്റെ പേജും അവിടെ കിടക്കുന്നത്. അവിടെ നോക്കി വെച്ച് അന്തം വിടുകയാണ്. ഗൾഫിൽ കിടന്നുണ്ടാക്കിയതെല്ലാം ഞാൻ മാർക്കറ്റിൽ കൊണ്ടിട്ടു, ആ മാർക്കറ്റ് ഇതാ താഴോട്ട്. പണ്ടൊക്കെ ചർമ്മം നോക്കിക്കൊണ്ടിരുന്നവർ ഇന്നിപ്പോൾ സെൻസെക്സ് നോക്കി ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു തിരിച്ചുപോക്ക് ആവശ്യമാണ്. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ അനുഭവത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ആരാധനയുടെ അനുഭവത്തിലൊക്കെ ഒരു തിരിച്ചുപോക്ക് ആവശ്യമാണ്. പ്രാർത്ഥനയെങ്കിലും കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. LIGH മീൻ ഹീൽസ്. ഇതുപോലെ സുഖം മറ്റെന്തുണ്ട്? നമ്മളൊക്കെ എപ്പോഴാണ് ഉറങ്ങുന്നത്? നമ്മുടെ പള്ളിയിൽ എൻ്റെ പെങ്ങളെ മാർത്തോമല അയച്ചിരിക്കുന്നത്. അവള് ഇടയ്ക്ക് വീട്ടിൽ പറയും, ഇവൻ പള്ളിയിലോട്ട് ചെല്ലും, അവിടെ ബെഞ്ചുണ്ട്, പ്രസംഗം തുടങ്ങുമ്പോൾ അവൻ ഉടനെ ഷട്ട് ഡൗൺ ആവും, അന്നേരം ഉറങ്ങിക്കഴിയും. നമ്മളെപ്പോഴൊക്കെയാണ് ഉറങ്ങുന്നത്? നമുക്ക് തുബ്ദേൻ്റെ സമയത്തും പ്രസംഗത്തിൻ്റെ സമയത്തുമാണ് ഉറക്കം. നമ്മുടെ ഓർത്തഡോക്സുകാർ ഉറങ്ങുന്ന 2 സന്ദർഭങ്ങൾ അതാണ്, തുബ്ദേനും പ്രസംഗവും. എത്ര വേണമെങ്കിലും തുബ്ദൻ വായിച്ചോളാണ് പറയുന്നത്. 6 പോരാ, 12 ആക്കിക്കൊള്ളാം. അത്ര നേരം കൂടെ റെസ്റ്റ് എടുക്കാം. ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടത് ഹീൽ ചെയ്യുവാൻ തക്കൊണ്ട് ഇവിടെയാകണം, സുഖപ്പെടുത്തുന്നൊരനുഭവം ഉണ്ടാകണം. മനസ്സിന് സുഖം തോന്നുന്നത് പള്ളിയിലൊക്കെ വരുമ്പോഴാണ്. അതെന്ത് ചെയ്യും? നമ്മളെ നിദ്ര പോകാൻ തക്കൊണ്ട് ഇവിടെയായിത്തീരും. കബറിൽ പൂകിടും അതിവീരൻ എന്ന് പാടുന്ന പോലെ വീരന്മാരായ മനുഷ്യരൊക്കെ ത്യാഗങ്ങളൊക്കെ സഹിച്ച് പള്ളിയിൽ വന്ന് നമ്മുടെ എല്ലാ പള്ളിയിലും ഇരുന്ന് ഉറങ്ങാറുണ്ട്. ക്രിസ്തു എപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. സൗഖ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗത്തിൻ്റെ സൗഖ്യം മാത്രമല്ല. നമുക്ക് രോഗത്തിനല്ല സുഖം വേണ്ടത്, മനസ്സിനാ സുഖം വേണ്ടത്. നമ്മുടെ മനസ്സിനാ അസുഖം വേണ്ടത്, മനസ്സിനാണ് അസുഖം. ചില അപ്പച്ചന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സടപടയെന്ന്
അസുഖങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഒരു പറ ഗുളിക, ഇത് രണ്ട് കഴിക്കാൻ പറഞ്ഞോ, ഒരു പറ ഗുളിക, പിന്നെ ഭക്ഷണം കഴിക്കാൻ വയ്യ. പള്ളി വരുന്നതിനുള്ള കുഴപ്പം, റേഷൻ കട വാദിക്കലും വേറെ ഇവിടെ പോയി ക്യൂ നിൽക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പള്ളി വരുമ്പോഴൊക്കെ കാലുവേദനയാണ്. എന്നാൽ തട്ടുകടയുടെ വാദിക്കൽ എല്ലാ ദിവസവും ഉണ്ട് താനും. ജീവിതത്തിൽ നമുക്ക് സുഖപ്പെടുത്തുവാൻ തക്കോണം ഇടയാകണം. യെശയ്യാപ്രവചനം 53-ാം വാക്യം, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രിസ്തു അടികൊണ്ട് അവൻ്റെ ശരീരം മുഴുവൻ ഉഴവുചാൽ കൂട്ടുകാരൻ ഉഴുന്നത് പോലെ ഉഴുതു വെച്ചു. അവൻ്റെ മുഖം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപമാക്കപ്പെട്ടു. എന്തിനു വേണ്ടിയായിരുന്നു? ഈ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരുത്തുവാൻ തക്കോണമാണ്. അമ്മയുടെ ശരീരത്തിൽ നമ്മളെ പ്രസവിച്ചതിൻ്റെ പാടുണ്ട്. സിസേറിയനാണെങ്കിൽ അമ്മയ്ക്ക് പാട് കൂടും. അമ്മയുടെ ശരീരത്തിൽ ഈ പാടുണ്ട്, മക്കളെ കീറിയെടുത്തതിൻ്റെ. മൃഗങ്ങളെയും പ്രസവിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ പാടുണ്ട്. അതിൻ്റെ കൊമ്പിലൊക്കെ അത് നോക്കി അറിയാൻ സാധിക്കും ഇതെത്ര മക്കളെ പ്രസവിച്ചതാണെന്ന്. ആയതുപോലെ മക്കളെ വളർത്തിയേണ്ട സങ്കടം പല അമ്മമാരുടെയും അപ്പന്മാരുടെയും ശരീരത്തുണ്ട്. പല അപ്പന്മാരും ഇത്ര വേഗത്തിൽ കടന്നു പോകാൻ തക്കൊണ്ട് ഇടയായിത്തീരുന്നത് കുടുംബത്തിനായി ഇത്ര അധ്വാനിച്ചത് കൊണ്ടാണ്. പല അമ്മമാരും ഇത്ര എളുപ്പത്തിൽ വീണു പോകാൻ തക്കൊണ്ട് കാരണം സ്വന്തം കാര്യം നോക്കാതെ കുടുംബത്തെ നോക്കിയത് കൊണ്ടാണ്. എന്നാൽ ആ അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ ആരാണ് ശവപ്പെട്ടിക്ക് കാശ് കൊടുക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ആധുനിക സമൂഹം. അത് നിങ്ങൾ എത്ര വളർന്നു കഴിഞ്ഞാലും എത്ര പള്ളിയിൽ പോയി കഴിഞ്ഞാലും അതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടത് സുഖപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകണം. 103-ാം സങ്കീർത്തനം 3-ാം വാക്യം, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. രോഗം ശരീരത്ത് മാത്രമല്ല, ആത്മാവിൻ്റെ കൂടിയാണ്. അസൂയ ഒരു രോഗമാണ്. എഴുത്തുകാരന് വലിയ പ്രയാസപ്പെട്ട് കിടന്നതാണ്. അവനൊരു 2 നില വീട് വെച്ചു, നമുക്ക് 3 നിലയുണ്ട്. എന്നാലും നമ്മൾ പറയുന്നത് എന്താണ്? പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കിളയ്ക്കാമെന്നതാണ്, ഇപ്പോഴും വേണ്ട അവൻ 3 നില വീട് വെച്ചുകൊണ്ടിരിക്കുന്നു. 4-5 മാസം മുമ്പ് ഞാൻ റോഡിൽ നിന്ന് ഒരാളോട് സംസാരിക്കുകയാണ്. അയാൾ അമേരിക്കയിൽ നിന്ന് വന്നതാണ്, ഈ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ. അന്നേരം അയാളുടെ പരിചയക്കാരാണ്, ഈ കടന്നു പോകുന്നതല്ല. അയാളുടെ വീടിനടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു 4-5 പ്രാവശ്യം 4-5 പേര് ഇങ്ങനെ കടന്നു പോയപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുന്നുണ്ട്, അത് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ കിളയ്ക്കാനൊക്കെ വന്ന ആളാണ്, അയാളുടെ മോനാണ് പോകുന്നത്. അവനിപ്പോൾ പോകുന്നത് വലിയ വണ്ടിക്കകത്താണ് പോകുന്നത്. പിന്നെ ആള് പോയി. അന്നേരം പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് അടിച്ചുവാരനൊക്കെ വന്ന സ്ത്രീയുടെ മോനാണ് പോകുന്നത്. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഇയാൾ ഈ അമേരിക്കയിൽ പോയിട്ട് ഇയാളുടെ മനസ്സിന് യാതൊരു വികാസവും വന്നില്ലല്ലോ എന്ന്. അയാളെക്കാട്ടിലും മറ്റുള്ളവർ ഉയർന്നത് അയാൾക്കൊട്ടും സഹിക്കുന്നില്ല. ഇത് മനസ്സിനാണ് രോഗം, മനസ്സിലാണ് വലിപ്പമൊക്കെ ഉള്ളത്. എന്നാൽ ഹൃദയത്തിൽ പലപ്പോഴും നന്മയില്ലാതെ പോകുന്നു. നമുക്ക് സുഖപ്പെടുത്തുവാൻ തക്കോണം ഇടയാകണം. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവർ പിത്തള സർപ്പത്തെ നോക്കിയപ്പോൾ സൗഖ്യമിറങ്ങി വരുവാൻ തക്കോണം ഇടയായിത്തീർന്നു. മശിഹാ തമ്പുരാൻ കൽപ്പിച്ചു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മനുഷ്യപുത്രനെയും മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നമ്മൾ വല്യമ്മച്ചിമാരുടെ മുഖത്തെ ചുളിവൊക്കെ നോക്കണം. നമ്മളതിന്ന് പഠിക്കണം. അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ ചുളിവാണ്. ഇന്നത്തെ അമ്മച്ചിമാർക്ക് വല്ലതും ചുളിവുണ്ടോ? പുതിയ അമ്മച്ചിമാർക്കൊന്നും മുഖത്ത് ചുളിവില്ല. കാരണം എന്താണ്? അവർ പോയി ഫേഷ്യൽ ചെയ്യുകയും പുട്ടിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ ചുളിവൊന്നും വരത്തില്ല. പണ്ടത്തെ വല്യമ്മയ്ക്ക് ഇതുവല്ലോ ഉണ്ടായിരുന്നു. ഈ അടുത്തിടയ്ക്ക് 7-8 ഒരു വല്യമ്മ ഞങ്ങളുടെ നാട്ടിലൊക്കെ പാത ചെയ്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം 7-8 മക്കളൊക്കെയാണ്. ഇങ്ങനെ ചെയിനാണ്. അന്നേരം അമ്മ മരിക്കുന്നവരെയാണ് പണ്ട അമ്മമാർ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തള്ള പറയുകയായിരുന്നു, ഈ അടുത്തിടയ്ക്ക് ഒരു ചെറുപ്പക്കാരനോട് പറയുകയായിരുന്നു, ഞാനിങ്ങനെ പാത ചെയ്തുകൊണ്ടിരിക്കും, യവന്മാർ വന്ന് എൻ്റെ പാല് കുടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടും എനിക്കിന്നൊരു ചായ വേണമെങ്കിൽ ഞാൻ അങ്ങും ഇങ്ങും തെണ്ടി നടക്കണം. അമ്മ ഒരേ സമയം ജോലി ചെയ്യുകയും മക്കളെ തീറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പണ്ടത്തെ അമ്മമാരുടെ കഷ്ടവും നോക്കിയോണേ. ഒരേ സമയം അമ്മയെ കുടിച്ച മക്കള്, അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുപോലും അനുവദിക്കാത്ത മക്കള് ഇന്ന് അമ്മയെ ഒന്നുമല്ലാതെ ആക്കി കളഞ്ഞു. ഇന്ന് സുഖപ്പെടുത്തുന്ന മനുഷ്യരെ ചുരുങ്ങിപ്പോകുന്നു.
ഹീലിംഗ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ വളരുവാൻ തക്ക നമ്മുടെ ആയിത്തീരണം. സുഖപ്പെടുത്തുന്ന ജീവിതം ഉണ്ടാകണം. അബ്രഹാം പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. എന്താണിത്? സുഖപ്പെടുത്തുന്ന വാക്കുകളാണ് പറയുന്നത്. ശമൂവേൽ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് ഹന്നായും എൽക്കാനായും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠനല്ലയോ? എനിക്ക് സുഖപ്പെടുത്തുന്ന ആത്മാവ് ഉണ്ടാകണം. ഈ അടുത്തിടയ്ക്ക് ഒരു പെൺകുട്ടി വന്ന് പറയുകയായിരുന്നു, അവൾ 2ാമതും ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിച്ചു. അവിടെ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, എനിക്ക് 6 വർഷം മക്കളുണ്ടാകാതെ ഇരുന്നു, എനിക്ക് 3 പ്രാവശ്യം അബോർഷനായി. അപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ഇയാൾക്ക് സന്താനങ്ങളെ പ്രസവിക്കാൻ തക്കണം എനിക്ക് സാധിക്കുകയില്ല, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക. ഈ പെൺകുട്ടി എത്ര വേദനാജനകമായ അനുഭവത്തോടായിരിക്കും ഇത് പറഞ്ഞത്. ജീവിതത്തിൽ 3 പ്രാവശ്യം അബോർഷനായി, ഇപ്പോൾ 2ാമത്തെ കുഞ്ഞിനെ ലഭിച്ചപ്പോഴും അവളുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർക്കുകയാണ്. അവളവിടെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിനക്ക് മക്കളെ പ്രസവിക്കാൻ തക്കണം സാധ്യമല്ല, നീ എന്നെ ഉപേക്ഷിച്ച് നിനക്ക് മക്കളെ തരുന്ന ആളിനെ സ്വീകരിക്കുക. ജീവിതത്തിൽ സുഖപ്പെടുത്തുന്ന ആത്മാവും സുഖപ്പെടുത്തുന്ന വർത്തമാനമൊക്കെ പറയുന്ന മനുഷ്യര് ജീവിതത്തിൽ എൻ്റെ പ്രയാസം കൊണ്ട് മറ്റുള്ള ആളിന് പ്രയാസം ഉണ്ടാകരുതെന്ന് ചിന്തിക്കുന്ന അനുഭവത്തിൽ എത്ര നൊമ്പരങ്ങളുമായി ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് സന്തോഷമായി അനേകർ പോയിരിക്കുന്നു. നമുക്ക് സാധിക്കേണ്ട അതാണ്. ഹീലിംഗ് പേഴ്സണാലിറ്റി നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കണം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ നാം കണ്ടെത്തുന്നുണ്ട്. അവനെ ഉൽപ്പത്തിയല്ല, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം, അതിലൊരു മനുഷ്യനെ കർത്താവ് വിളിക്കുകയാണ്. അവനെ പേർതൊല്ലി വിളിച്ചു, സക്കായി എന്ന് ക്രിസ്തു വിളിച്ചു, നാട്ടുകാർ വിളിച്ചു പാവി എന്ന്. നാട്ടുകാർക്ക് അവൻ്റെ പേരറിഞ്ഞൂടാ, അവനെ ഇരട്ടപ്പേര് മാത്രമേ അറിയാവുള്ളൂ. നമ്മുടെ പള്ളികളിലും അങ്ങനെയൊക്കെയാണ്. എത്ര ഒത്തിരി കുടുംബങ്ങളുണ്ടെങ്കിലും നമ്മൾ പലരെയും ഇരട്ടപ്പേരിട്ടാണ് വിളിക്കുന്നത്. എല്ലാ വീട്ടുകാർക്കും ഓരോ കുടുംബക്കാർക്കും ഇരട്ടപ്പേര് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ സക്കായിയും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വിളിച്ചത് പാപി എന്നാണ്. എന്നാൽ ക്രിസ്തു അവൻ്റെ ഭവനത്തിൽ ചെന്നു. അവൻ അന്നുവരെയും മറ്റുള്ളവരെ തുരന്നു മേടിക്കുന്നവനായിരുന്നുവെങ്കിൽ അവനൊരു ഹീലിംഗ് പേഴ്സണാലിറ്റി ആയിട്ട് മാറി. അവൻ സുഖപ്പെടുത്താൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി മടക്കി കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ സൗഖ്യം കൊടുക്കുന്ന അനുഭവം. LIGH മീൻസ് ഹീൽസ്, T മീൻസ് ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്നൊരു തമ്പുരാൻ. ക്രിസ്തു പഠിപ്പിച്ചതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ ഇന്നുവരെയും മനുഷ്യജാലങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതാഴത്തിൽ കുഴിക്കുന്ന ഖനി പോലെയാണ്. ഖനികളിലേക്ക് ആഴത്തിൽ കുഴിക്കുമ്പോൾ തോറും പെട്രോളിൽ ലഭിച്ചുകൊണ്ടേയിരിക്കും. ആഴത്തിൽ കുഴിക്കും തോറും സ്വർണത്തിൻ്റെ തരികൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. ആഴത്തിൽ കുഴിക്കും തോറും പുതിയ പുതിയ ലോഹങ്ങളുടെ അയിരുകൾ വന്നുകൊണ്ടേയിരിക്കും. ക്രിസ്തു ആയതുപോലെയാണ്. ഇന്നലെ നമുക്ക് സന്തോഷത്തിൽ വേദപുസ്തകം വായിച്ചപ്പോൾ അതിനർത്ഥമില്ലായിരുന്നു. എന്നാൽ ഇന്ന് സങ്കടങ്ങളിൽ വേദപുസ്തകം വായിച്ചപ്പോൾ നമുക്ക് തിരുവചനത്തിന് അർത്ഥമുള്ളതായി തീർന്നു. തിരുവചനത്തിന് അർത്ഥമുണ്ടായിക്കഴിഞ്ഞപ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, കർത്താവേ, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ വചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, തേനേക്കാളും തേൻകട്ടേക്കാളും മാധുര്യമായിരിക്കുന്നു നിന്റെ വചനം. ഈ അടുത്തിടയ്ക്ക് ഞാൻ ശുശ്രൂഷിച്ച ഇടവേൽ ഒരു പെൺകുട്ടിക്ക് ക്യാൻസർ വന്നു. 30 വയസ്സ് താഴെയുള്ളൂ. അവർക്കൊരു കൊച്ചുമകളുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് സുഖപ്പെട്ടു. 1 വർഷം കഴിയുമ്പോൾ അവൾ തൻ്റെ സുഹൃത്തിനോട് പറയുകയായിരുന്നു, എനിക്ക് ക്യാൻസർ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. 38-ാം സങ്കീർത്തനം എനിക്ക് വേണ്ടി എഴുതിയതാണ്. 38-ാം സങ്കീർത്തനം എനിക്ക് വേണ്ടി എഴുതിയതാണ്. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്, ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കരുത്. എന്നിട്ട് പലരും എൻ്റെ മരണം കാത്തു നിന്നു. 21-ാം വാക്യം പറയുകയാണ്, യഹോവേ, എന്നെ കൈവിടരുത്, എൻ്റെ ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ.
എൻ്റെ രക്ഷയാകുന്ന കർത്താവേ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. അന്നേരം ഈ കേട്ട ആള് എന്നോട് വന്ന് പറയുകയായിരുന്നു, അവളിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ശരീരം കോരി തരിച്ചു പോയി. ജീവിതത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടും കേൾപ്പിച്ചും ജീവിതത്തിൽ കോൾമയർ കൊള്ളുന്ന ഒരു അനുഭവം ഉണ്ടാകണം. പെസഹായിൽ യഹൂദൻ ഏറ്റവും ഇളയവൻ മുതിർന്നവനോട് ചോദിക്കും, പിതാവേ, എന്തുകൊണ്ടാണ് ഈ പെസഹ ആചരണം? അപ്പോൾ മുതിർന്നവൻ പറയും, മകനെ, ഇത് അനുഷ്ഠിക്കുന്നത് നമ്മുടെ പിതാക്കന്മാർ പണ്ട് ബന്ധികളായിരുന്നു, അവരടിമകളായിരുന്നു. അടിമത്തത്തിന്റെ വിമോചനത്തിനാണ് ഇതൊക്കെ കഴിക്കുന്നത്. ഓരോ ആരാധനയിലും രാവിലെയും വൈകിട്ടുമുള്ള നമ്മുടെ നമസ്കാരങ്ങളിൽ നമുക്ക് പുതിയ തലമുറകൾക്ക് പൈതൃകമായി കൈമാറേണ്ടത് പരിശുദ്ധ സഭയുടെ വിശ്വാസമാണ്. ഇന്ന് ആരെങ്കിലുമൊക്കെ വിശ്വാസം അന്യപ്പെട്ടു പോകുന്നെങ്കിൽ ഈ കൈമാറ്റം കുടുംബത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ വാക്കുകൾ വിസ്മരിക്കട്ടെ. ക്രിസ്തു ലോകത്തോടരളി ചെയ്തു. യേശു തമ്പുരാൻ പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. എത്ര വർഷമായി നമ്മൾ അവനെ കേൾക്കുകയും കേൾപ്പിക്കുകയും അവനെ ആഹരിക്കുകയും അവനെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ഒരു 2 ഗുണമെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? പോട്ടെ, അബ്രഹാം ചോദിച്ചതുപോലെ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒരു ഗുണമെങ്കിലും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിത്തീരും. ഇന്ന് പുതിയ മാധ്യമങ്ങളും പുതിയ അനുഭവങ്ങളും ഒക്കെ ഇരുളായിത്തീരാറുണ്ട്. പലരെയും വഴിതെറ്റിക്കുന്ന ഇരുളുകളായി പലതും മാറുകയാണ്. ഇന്ന് പള്ളികൾ തന്നെ ഈ പുതിയ മാധ്യമങ്ങളുടെ കടന്നുവരവോടെ ഇരുളായിത്തീരുന്നു. ഇത് ശരിയാം വിധം ഉപയോഗിക്കാനും ഇതിനെ പോസിറ്റീവായി നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയാകണം. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിത്തീരും. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മീൻ പിടിച്ച് നടന്ന ഇരുളിൻ്റെ മക്കൾ പ്രകാശത്തിൻ്റെ തിരുവചനം കേട്ടപ്പോൾ എന്നെ അനുഗമിക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരായി തീർന്നു. അവരുടെ നിഴൽ പോലും ലോകത്തിന് സൗഖ്യമായി തീർന്നു. അവരുടെ മേലാട പോലും ലോകത്തിന് സൗഖ്യമായി തീർന്നു. പരിശുദ്ധ പരിമല പിതാവിൻ്റെ കബറിൽ നാം ആയിരിക്കുമ്പോൾ പരിശുദ്ധ സഭ നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ നിറകുടമാണ് പരിശുദ്ധ പരിമല പിതാവ്. അദ്ദേഹം ഈ വാക്യം നമ്മളോട് പറയുകയാണ്, ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ അവനെ അനുകരിച്ചു, ആയതുകൊണ്ട് ഞാൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി. ആയതുകൊണ്ടും ഞാൻ എൻ്റെ മരണത്തിന് ശേഷവും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു, ഞാൻ എൻ്റെ മരണത്തിന് ശേഷവും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, ഞാൻ എൻ്റെ മരണത്തിന് ശേഷവും അനേകർക്ക് വഴിയും വഴികാട്ടിയും അനുഗ്രഹവും നന്മയായിരിക്കുന്നു. അനേകരുടെ കണ്ണുനീരൊപ്പാൻ എൻ്റെ മരണത്തിന് ശേഷവും എനിക്ക് സാധിക്കുന്നത് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരുമെന്നുള്ള സുവിശേഷ അനുഭവമാണ്. ലൈറ്റ് എന്ന വേർഡിൽ നാം പഠിക്കുകയായിരുന്നു. എൽ മീൻസ് ലീഡ്സ്. ക്രിസ്തു നമ്മെ നയിക്കട്ടെ, അവൻ്റെ പ്രകാശം നമ്മെ നയിക്കട്ടെ. ഐ മീൻസ് ഇലുമിനേറ്റ്സ്. നമുക്കും ജോസഫിനെ പോലെ പ്രകാശമുള്ളവരായിത്തീരാം. ജി മീൻസ് ഗിവ്സ്. തൻ്റെ ജീവിതം മുറിച്ച് കൊടുക്കുന്നൊരു ക്രിസ്തു. അല്ല, GH മീൻ ഹീൽസ്. വാക്കുകൾ സുഖപ്പെടുത്തട്ടെ, പ്രാർത്ഥന സുഖപ്പെടുത്തട്ടെ, കൂടിവരവുകൾ സുഖപ്പെടുത്തട്ടെ. ടി മീൻസ് ടീച്ചേഴ്സ്. ജീവിതത്തിൽ നിന്ന് ആരാധനയിലൂടെ തിരുവചനത്തിലൂടെ ക്രിസ്തുവിനെ പറ്റി കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഇടയാക്കട്ടെ. ഈ പുതിയ വർഷത്തിൽ പ്രകാശമായി മാറുവാൻ, ജീവിതത്തിൻ്റെ ഇരുളിനെ ഉപേക്ഷിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇടയാക്കട്ടെ. വന്നിരുന്നിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്രകാരം അവസരം തന്ന ബഹുമാനപ്പെട്ട മാനേജരച്ചനോടും അസിസ്റ്റന്റ് മാനേജരച്ചന്മാരോടും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ സംവരിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും വഴി നടത്തട്ടെ.